ഇന്നസെന്റ് ഒപ്പി വന്നാൽ ഞങ്ങൾ ചെയ്യുന്ന ഇന്നസെനെ കൊണ്ട് ഒരു സിനിമയുടെ ഡയലോഗ് പറയിക്കും 5 മിനിറ്റ്. ഞങ്ങൾ എല്ലാവരും ഇരിക്കുക. വാട്ട് വി ഗെറ്റ് ബാക്ക് ഈസ് ഈ പറഞ്ഞ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന പോലത്തെ ഏറ്റവും നല്ല അഭിനേതാവ് ആരെന്ന് വെച്ചാൽ ഡോക്ടറാണ്. പേഷ്യന്റിന്റെ അവസ്ഥയെക്കുറിച്ച് ഡിസ്ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും ഇതെല്ലാം സപ്രസ് ചെയ്തുകൊണ്ട് ഡെത്ത് ഖറാനാസിനെ പറ്റിയിട്ട് വാരാണസിയിലുള്ള ഒരു ഡോക്യുമെന്ററി കാണാനിടയായി, നാഷണൽ ജിയോഗ്രഫി ചെയ്ത്. അപ്പോൾ അവരുടെ ഇന്റർവ്യൂവിൽ പറയുന്നത്, ഞങ്ങൾ റിഗ്രറ്റ് ചെയ്തത് ഞങ്ങൾ ഫാമിലിക്ക് കൊടുക്കാതിരുന്ന സമയം. നമ്മൾ എല്ലാവരും ജോലിയിലും പൈസയിലും ഫോക്കസ്ഡ് ആയിരുന്നു. ഒരു പേഷ്യന്റ് ആയിട്ട് നമ്മൾ ICU കിടക്കുന്ന സമയത്ത് then you realize that whatever your thought process was not right, it's wrong. ഇത് രണ്ടും അപ്പോൾ ഞാൻ ഒരിക്കൽ എഴുതിയിട്ടുണ്ട്. അതായത് ഡോക്ടർക്ക് എന്തായാലും കുറച്ച് കാലെങ്കിലും ഒരു ICUവിൽ പേഷ്യൻ്റായിട്ട് കിടക്കുന്നത് നല്ലതാണ്. ഡോക്ടർക്ക് ഇങ്ങനെ ഭയങ്കര ഡിജക്റ്റഡ് ഫീലിംഗ് തോന്നിയിട്ടുണ്ടോ? ചെയ്യുമ്പോൾ ഒരിക്കലും തോന്നാറില്ല. പാടില്ല എന്ന് പറയും. അതുകൊണ്ടൊന്നല്ല, എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് നമ്മുടെ ഫോക്കസ് മുഴുവൻ ആ ജോലിയിലേക്കാണല്ലോ. നമുക്ക് എന്ത് വേണമെങ്കിലും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്താൽ നമുക്ക് കിട്ടും. പേഷ്യന്റ് തലവേദനയാന്ന് പറഞ്ഞ് വരുമ്പോൾ മിക്ക പേഷ്യൻസും ഡോക്ടർ എനിക്ക് ഹെഡ് ഏക്ക് ആണ്, എനിക്ക് ബ്രെയിൻ ട്യൂമർ ആണോ എന്ന് അറിയാൻ CT സ്കാൻ എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് മിക്ക പേഷ്യൻസും നമ്മുടെ ഒപ്പിയിൽ വരാം. ആ ഹെഡ് ഏക്കിന് വേറെയും തലങ്ങളുണ്ട്. 1 മണിയായപ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരാം. അപ്പോൾ സാർ OP കഴിഞ്ഞ് ഇറങ്ങി വരാം. അപ്പോൾ സാർ പറഞ്ഞു രാത്രി 1 മണിക്ക്. രാത്രി 1 മണി. അപ്പോൾ സാർ നിങ്ങളെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. നമസ്കാരം. മനസ്സ് പറയുന്ന കാര്യങ്ങൾ, നമുക്കെല്ലാവരും മനസ്സ് നമ്മളോട് പല കാര്യങ്ങളും പറയുന്നതായിട്ട് അറിയാം. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അത്ര ഉറക്കെ നമ്മളെല്ലാം പറയാറില്ല. പക്ഷേ ഈ ഷോയിൽ, ഇന്ന് തുടങ്ങുന്ന ഈ ഷോയിൽ നമ്മുടെയൊക്കെ മനസ്സ് പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് ഉറക്കെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഈ ഉറക്കെ പറയാനായിട്ട് മനസ്സ് പറയുന്ന കാര്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും വളരെ വളരെ പ്രിയപ്പെട്ട കുറച്ച് വ്യക്തികളാണ്, ഡോക്ടേഴ്സാണ്. ഒരുപക്ഷെ നമ്മൾ ലോകത്തിലെ തന്നെ ഏറ്റവും ആദരണീയമായിട്ടുള്ള പ്രൊഫഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് മെഡിക്കൽ പ്രൊഫഷൻ എന്ന് തന്നെ പറയേണ്ടി വരും. അതും ഡോക്ടേഴ്സ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. കാരണം നമ്മുടെയൊക്കെ ജീവനും ആരോഗ്യവും ഇവരുടെയൊക്കെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്, സ്നേഹം കൊടുക്കുന്നുണ്ട്. ഈ സ്നേഹമൊക്കെ കൊടുക്കുമ്പോഴും അവരോടൊക്കെ നമ്മളത് ചോദിക്കാറുണ്ടോ? ഡോക്ടേഴ്സിന് സുഖമാണോ? ഡോക്ടേഴ്സിന് സുഖമാണോ? സുഖാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പോരാ. കൂടുതൽ വ്യക്തമായിട്ട് ഞാൻ ചില കാര്യങ്ങൾ എല്ലാവർക്കും വേണ്ടി, മലയാളികൾക്ക് വേണ്ടി മുഴുവൻ ചില കാര്യങ്ങൾ ചോദിക്കും. അതിൽ പറയുന്നതും ചോദിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അതും കൂടെ പറയണം. ഒരു കാര്യം കൂടി, നമ്മൾ ഈ ഷോ നടത്തുന്നത്, ഈ ഷോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാത്രി ലേറ്റ് ആയിട്ടാണ്. കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഈ പറഞ്ഞ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ സമയം എന്നുള്ളത് വലിയ കാര്യമാണ്. ഒരുപാട് പേഷ്യൻസ് വൈകുന്നേരങ്ങളിലും ഒക്കെ അവരെ കാണാനായിട്ട് കാത്തു നിന്നിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. ഡോക്ടർ ഗംഗാധരൻ നമുക്കൊക്കെ ദൈവതുല്യനാണ് അല്ലേ? എല്ലാ ഡോക്ടേഴ്സുമാണ്. ഡോക്ടറെയൊക്കെ സത്യത്തിൽ ഈ ഒരു സമയത്ത് നമ്മുടെ ഫ്ലോറിലേക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. ഡോക്ടറോട് ഞാൻ ചോദിക്കട്ടെ, ഡോക്ടർ എങ്ങനെ സമയം ഉണ്ടാക്കി ഇങ്ങോട്ട് എത്തിയത്? സമയം എല്ലാവർക്കും ഒരുപോലെ ഉള്ളൂ. എനിക്ക് 24 മണിക്കൂർ, ഡോക്ടർ ഷോണിന് 24 മണിക്കൂർ, എല്ലാവർക്കും 24 മണിക്കൂർ. നമ്മൾ എടുക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ ഒരേ സമയമാണ്, 24 hours. 1 മിനിറ്റ് പോലും എക്സ്ട്രാ ഇല്ല അല്ലേ? അപ്പോൾ നമ്മൾ ഹൗ യു യൂട്ടിലൈസ് യുവർ ടൈം, 24 മണിക്കൂർ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അവിടെ നമുക്ക് എല്ലാ ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഞാൻ ഇത്രയും തിരക്കുന്നതിനോടൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പം സിനിമ ഇറങ്ങിയില്ലേ? അതെ. അവസാനം കണ്ട സിനിമ എന്ന് വെച്ചാൽ ഞാൻ രണ്ടും കണ്ടു, ലോകയും കണ്ടു, ഹൃദയപൂർവ്വം കണ്ടു. അത് രണ്ടും ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു. അപ്പോൾ സമയമില്ലായ്മയൊന്നുമില്ല, സമയം ഓൾവേസ് ഇസ് ദെയർ എന്നുള്ളതാണ്. പക്ഷേ ഡോക്ടർക്ക് രാവിലെ മുതൽ ഒരുപാട് പേഷ്യൻസ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് വൈകുന്നേരവും പേഷ്യൻസ് ഉണ്ടാവും. അതെങ്ങനെയാണ് ഈ പ്ലാൻ ചെയ്യുന്നത്? എങ്ങനെയാണ്? കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരുപാട് ചില സമയത്ത് പേഷ്യൻസ് വരില്ലേ? വരും. അത് കാണും. നമ്മുടെ ഇവിടുത്തെ ഇന്ത്യയിലെ തന്നെ എടുക്കാം, ആസ് എ സെറ്റപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മൾ പുറഞ്ഞാലും കാണുന്ന പോലെ ഞാൻ 4 പേഷ്യനെ കാണുള്ളൂ, അല്ലെങ്കിൽ 5 പേഷ്യനെ കാണുള്ളൂ, 8 മണി കഴിഞ്ഞാൽ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. അത് നമ്മുടെ നടക്കില്ല. പ്രത്യേകിച്ചും ഡോക്ടറുടെ അതാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ നല്ല കാര്യം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ആരും പൊതുജനം അറിയാത്തൊരു നല്ല കാര്യം അതാണ്. അത് ഇവിടെ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം, ഇവിടെ ഒരാൾ വന്നിട്ട് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്താൽ അദ്ദേഹം ലഹളം ഉണങ്ങും.
പക്ഷെ അദ്ദേഹം വരുന്നത് മിക്കവാറും ചിലപ്പം ഇംഗ്ലണ്ടിൽ നിന്നോ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നൊക്കെ ആയിരിക്കും. അവിടെ മാസങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഡോക്ടറെ കാണാൻ പറ്റുന്ന വരുന്നില്ല. പക്ഷെ അത് പ്രശ്നമല്ല. നമ്മൾ ഇവിടെ വന്ന് ഒരു മണിക്കൂർ താമസിച്ച് പോയാൽ ഉടനെ കംപ്ലൈൻറ്റുകളായി. അത് ചിലതേ. പക്ഷേ ഇതൊരു 10% ആൾക്കാരാണ് കേട്ടോ. 90% ആൾക്കാർ അങ്ങനെയല്ല, നമ്മളെ കൂടെ തന്നെയാണ്. അതാണ് ഞങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ സന്തോഷം. അത് തന്നെയാണ്. ഈ 10% വേണ്ടി 90% ആൾക്കാരെ ബലികഴിക്കാൻ നമ്മൾ തയ്യാറില്ല. പക്ഷെ 10% ആൾക്കാർ എവിടെ ചെന്നാലും എന്തൊക്കെ ഉണ്ടെങ്കിലും ദേ വോണ്ട് ബി ഹാപ്പി. അപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കുകയുള്ളൂ. പക്ഷേ സമയം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതിന് നല്ല സൗകര്യം. പ്രത്യേകിച്ച് എറണാകുളത്ത് ഇപ്പോൾ നമ്മൾ രാത്രി 10:45 11 മണിക്കൊക്കെ സിനിമ ഉണ്ടല്ലോ. സിനിമ വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു അല്ലേ? സിനിമ മിക്കവാറും എല്ലാം കാണും. ഈ രാത്രി 10 മണി കഴിഞ്ഞിട്ടാണോ ഡോക്ടറുടെ എന്താ പറയാ ദിവസം തുടങ്ങുന്നത്? ദിവസം എന്ന് വെച്ചാൽ അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ എപ്പോഴും പറയുന്നത് അങ്ങനെയാണ്. അതായത് എല്ലാവരും ചോദിക്കില്ലേ ഒരു ദിവസം. ഞാൻ കുറച്ച് പോളിഷ്ഡ് ആയി ചോദിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഞാനും പോയതായിട്ട് തന്നെ മറുപടി പോളിഷ്ഡ് ആയിട്ട് തന്നെ പറഞ്ഞു. വേറെ ഒന്നുമില്ല. നമ്മളൊരാളും ചോദിക്കുകയാണ് ഒരു ദിവസം എങ്ങനെ ആരംഭിക്കുന്നു ചോദിച്ചാൽ, ആ ദിവസം ഞാൻ പറയാം ആരംഭിക്കുന്നത് അന്ന് രാവിലെ അല്ല, തലേ ദിവസം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴാണ്. അല്ലേ? നമ്മൾ എപ്പോഴും പറയും ബിക്കോസ് രാത്രി നമ്മൾ സുഖമായിട്ട് ഉറങ്ങണമെങ്കിൽ നമ്മൾ പകലും നല്ല കാര്യങ്ങളും സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നമുക്ക് ഉറങ്ങാൻ സാധിക്കില്ല. അപ്പം നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തലേ ദിവസം രാത്രിയാണ്. തലേ ദിവസം രാത്രി വന്ന് കിടന്നുറങ്ങുമ്പോഴാണ് നമ്മളിതൊക്കെ നമ്മൾ സിനിമ കാണുന്നു, അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് കിടന്നുറങ്ങുന്നു, രാവിലെ എഴുന്നേറ്റ് പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അതിന് സമയം കണ്ടെത്താറുണ്ട്. ഞാൻ പറയാറുണ്ട് ഇപ്പം നമുക്ക് സിനിമ മാത്രമല്ല, ഇപ്പോൾ ഒരു ടെന്നീസ് ടൂർണമെൻ്റ് നടക്കുകയാണ്. ഇതൊക്കെ ഇന്നലെ കഴിഞ്ഞു, ഒരു ടെന്നീസ് ടൂർണമെൻ്റ് കഴിഞ്ഞു. അല്ലെങ്കിൽ വിന്നർ ആരാണ്, റണ്ണറപ്പ് ആരാണ്, അല്ലെങ്കിൽ നമ്മൾ ഹോക്കി ടീം നമ്മൾ ഫൈനൽ ജയിച്ചു, ഏഷ്യ കപ്പ് ജയിച്ചു, എത്ര ഗോൾ ജയിച്ചു ഞാൻ ഉത്തരം പറയാം. കളി കണ്ടോ? കളി കുറേ ഭാഗം കണ്ടു. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഏരിയയിലേക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു ചെന്നുകൊണ്ട് കാണാനുള്ള സമയവും സൗകര്യമൊക്കെ എത്ര ബിസിയാന്ന് പറയുന്ന ഒരാൾക്കും ഉണ്ടാവും. എനിക്ക് സമയമില്ല, ചെയ്യാൻ സമയമില്ല എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അത് ഡോക്ടർ വി പി ഗംഗാധരൻ ആണെങ്കിലും സമയമുണ്ട്. അല്ല അങ്ങനെ തന്നെ പറയണം മലയാളികളോട്. അല്ലേ ഡോക്ടറെ പറ്റി പറയുമ്പോൾ ഡോക്ടർ ഹെഡും നെക്കുമാണ് മേഖല ഡോക്ടറുടെ ഓങ്കോളജിയിൽ തന്നെ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരുപാട് സമയം സർജറിയുടെ കാര്യത്തിലൊക്കെ അവേഴ്സ്, ഒരു ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന സർജറി ഒക്കെ ഉണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ മനുഷ്യർക്ക് ഇപ്പം അത്ര പ്രശ്നമില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻസർ എന്ന് പറയുമ്പോൾ തന്നെ ഭയം. പിന്നെ ഡോക്ടേഴ്സിനെ ദൈവങ്ങളെ ഇപ്പോഴും ആണ് ദൈവമായിട്ട് ഇനി ഞങ്ങളൊക്കെ കരുതുന്നത്. നിങ്ങൾ പക്ഷെ ആ ഡിപ്രസിങ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ ജോലിയാണ് ചെയ്യുന്നത്. മണിക്കൂറുകൾ കഴിയുമ്പോൾ എപ്പോഴെങ്കിലും ഡോക്ടർക്ക് ഇങ്ങനെ ഭയങ്കര ഡിജക്റ്റഡ് ഫീലിംഗ് തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ചെയ്യുമ്പോൾ ഒരിക്കലും തോന്നാറില്ല. പാടില്ല എന്ന് പറയും. അതുകൊണ്ടൊന്നുമല്ല, എനിക്ക് തോന്നണത് നമ്മൾക്ക് നമ്മുടെ ഫോക്കസ് മുഴുവൻ ആ ജോലിയിലേക്കാണല്ലോ. അപ്പോൾ എത്ര മണിക്കൂർ എടുത്താലും അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ കിടക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു ശരീരത്തിനൊക്കെ ഒരു, പക്ഷെ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും സമയം പോകുന്നത് അറിയില്ല. അതാണല്ലോ യഥാർത്ഥ ഡോക്ടർ. നിങ്ങൾക്ക് അത് തോന്നില്ല. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വയ്യ എന്ന് തോന്നുന്നൊരു സമയമുണ്ടല്ലോ, അപ്പൊ റിലാക്സ് ചെയ്യുക. ഡോക്ടർ എങ്ങനെ റിലാക്സ് ചെയ്യാം? ഡോക്ടറുടെ കാര്യം ഇപ്പൊ ഡോക്ടർ പറഞ്ഞു. റിലാക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു എപ്പോഴെങ്കിലും ചെറിയൊരു സമയം കിട്ടുകയാണെങ്കിൽ കിടക്കുക. ഇപ്പോൾ തിയേറ്ററിനിടയ്ക്കാണെങ്കിലും 2 കേസ് ഉണ്ട്, അതിനിടയ്ക്ക് ഒരു സമയമുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സർജറി, ഇപ്പം ഒരു ഹെഡ് ആൻഡ് നെക്ക് ഒരു സർജറി കഴിഞ്ഞ് അതിൻ്റെ ഒരു റീകൺസ്ട്രക്ഷൻ ഉണ്ട്. ചിലപ്പോൾ അതിനിടയ്ക്ക് കുറച്ചൊരു സമയം കിട്ടുമായിരിക്കും. അപ്പം നമ്മൾ മാക്സിമം എനർജി കൺസേർവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. കാരണം ചിലപ്പോൾ അവസാനമായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു കോംപ്ലക്സിറ്റി നമ്മൾ പ്രതീക്ഷിക്കാത്തത് വരിക. അപ്പോൾ എനർജി കൺസേർവ് ചെയ്യുക. കിട്ടുന്ന ഒരു 10 മിനിറ്റ് ആണെങ്കിലും ഒരു പവർ നാപ്പ് എടുക്കാൻ ഇതിന്റെ ഇടയിലൊക്കെ ആണെങ്കിലും അത് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് ചിലപ്പോൾ അവസാനം വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് വന്നാൽ നമ്മൾ അപ്പോൾ മെന്റലി. ഡോക്ടർ ഒരു കലാകാരൻ കൂടിയാണ്. ഈ പറഞ്ഞ സർജറി എന്ന് പറയുന്ന ഒരു ആർട്ടായിട്ട് നമുക്ക് കാണാമല്ലോ. കാരണം റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അത്ര സംഭവം നിസ്സാര കാര്യമല്ലല്ലോ. അത് ആ രൂപത്തിലേക്ക് വീണ്ടും പരമാവധി ആ രോഗിയെ ഹെൽപ്പ് ചെയ്യുക, രൂപം തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നത് സർജറി മാത്രമല്ല, മെഡിക്കൽ പ്രൊഫഷൻ ആസ് സച്ച് സയൻസിനൊക്കെയുള്ള ആർട്ടാണ്. ആർട്ടിസ്റ്റിക് വേ ഓഫ് ഡൂയിങ് എ സയൻസ് ആണ് ശരിക്കും മെഡിസിൻ എന്ന് പറയുന്നതിൻ്റെ കാര്യം. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പലപ്പോഴും പല വേദിയിലും പറഞ്ഞിട്ടുമുണ്ട്. അതായത് ഏറ്റവും നല്ല അഭിനേതാവ് ആരെന്ന് വെച്ചാൽ ഡോക്ടറാണ്. അതെന്താണെന്നറിയോ? അപ്പം ഞാനൊരു കാര്യം ഒരു പേഷ്യൻറ്റിനോട് ഞാൻ പേഷ്യൻറ്റിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഡിസ്ക്ലോസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എൻ്റെ മെൻ്റൽ
ഇതിൽ നല്ല സ്ട്രെയിൻ ഉണ്ടാവും പലപ്പോഴും, ഡിസ്ക്ലോസ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് നമ്മുടെ പേഷ്യൻ്റ് മരിക്കുന്ന സമയത്തും ഒക്കെ, മനസ്സിലായില്ലേ? പക്ഷെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനെങ്കിൽ എനിക്ക് ഐ കനോട്ട് ഗോ ആൻഡ് എക്സ്പ്രസ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. എനിക്ക് ഞാനവിടെ പോയി കരഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഡസൻ. അപ്പോൾ നമ്മളെപ്പോഴും ഇതെല്ലാം സപ്രസ് ചെയ്തുകൊണ്ട് യു ആർ ഗോട്ട് എ വേ ഓഫ് ടെല്ലിങ്, ഒരു എക്സ്പ്രഷൻ ഉള്ളു. അപ്പോൾ നമുക്ക് നമ്മൾ അഭിനയതാണല്ലോ, നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ പുറത്ത് കാണിക്കുന്നതാണ് അഭിനയം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് പല രംഗങ്ങൾ അഭിനയിക്കേണ്ടി വരും, മനസ്സിലായി? പല രംഗങ്ങൾ അഭിനയിക്കേണ്ടി വരും. അത് ബിക്കോസ് ഓഫ് ദി ഫോഴ്സ്, ആ ഒരു പ്രൊഫഷൻ്റെ ഫോഴ്സ് കൊണ്ടാണ് അത് വരുന്നത്. പക്ഷെ അത് ചെയ്യാൻ സാധിക്കും. ചുരുക്കം പറയാൻ ഡോക്ടർ പറഞ്ഞെന്താ അറിയോ, മമ്മൂക്കയൊക്കെ വക്കീലായിരുന്നു, മമ്മൂക്ക ആക്ടറായി, പക്ഷെ അതിനേക്കാൾ വലിയ ആക്ടറാണ് ഡോക്ടർ എന്നാണ് നമുക്ക് സമ്മതിച്ചു തരേണ്ട ഒരു കാര്യം, അല്ലേ? തീർച്ചയായിട്ടും. ഡോക്ടർ ഷോണിലേക്ക് തന്നെ വരാം. ഡോക്ടർ ഈ പറഞ്ഞ പോലെ ഈ ആർട്ടിനെ കുറിച്ച് ഡോക്ടർ കുറച്ചും കൂടി ഡെഫിനേഷൻ വ്യക്തമാക്കി തന്നു. മെഡിസിൻ ആസ് എൻ ആർട്ട് അല്ലെങ്കിൽ സർജറിയാണ് ഈ പ്രൊഫഷൻ ആസ് എൻ ആർട്ട് എന്ന് പറഞ്ഞാൽ. ഈ പവർ നാപ്പാണോ ഏറ്റവും വലിയ ഒരു റിലീഫായിട്ട് അല്ലെങ്കിൽ റിലാക്സിങ് കാര്യമായിട്ട് ഡോക്ടർ എടുക്കുന്നത്? അതല്ലാതെ എന്തൊക്കെയാണ് ഡോക്ടർ ചെയ്യുക? നമ്മളൊരു സർജറിയിലേക്ക് കടക്കുമ്പോൾ, ഒരു ലോങ് സർജറി ഒക്കെ ആണെങ്കിൽ അത് അങ്ങനെയാണ്. പക്ഷെ ഇപ്പം അതല്ലാതെ ഇപ്പം കുറേ ദിവസം നമ്മൾ ഇപ്പം സാറ് പറഞ്ഞ പോലെ ഈ ആക്ടിങ് എന്ന് പറയുന്നത്, ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ ആക്ട് ചെയ്യായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും നല്ല ആക്ടർ എന്ന് പറയുന്ന ആൾക്ക് ആ ക്യാരക്ടർ ഫീൽ ചെയ്ത് തുടങ്ങണം. എന്നാലും നമുക്കത് ആ ക്യാരക്ടറിന്റെ എല്ലാ ഇമോഷനും അറിയുന്നു. അതാണ് നമുക്കപ്പോൾ ഏറ്റവും നന്നായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റുക. ഇപ്പൊ ഡോക്ടർ എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ക്യാൻസറൊക്കെ ഡീൽ ചെയ്യുമ്പം നമുക്ക് ശരിക്കും ആ സ്ട്രെയിൻ ഫീൽ ചെയ്ത് തുടങ്ങും. ഒരിക്കലും അത് അഭിനയം നമുക്ക് റിക്കവർ ചെയ്യാൻ വലിയ സമയമില്ല. ഇപ്പൊ ഈ പറയുന്ന പോലെ ഞാൻ മോഹൻലാലിൻ്റെ അതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഒരു പെട്ടെന്ന് ആൾ സീനിലേക്ക് കിടക്കുമ്പോൾ ഇത് മാറുന്നു എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ആ ഒരു ഇത് കിട്ടില്ല. കാരണം ഇത് ശരിക്കും സിനിമ പോലെയല്ല, ഇത് റിയൽ ലൈഫാണല്ലോ. ഇപ്പൊ നമ്മളൊരു പേഷ്യൻ്റ് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ ഒരു റിക്കറൻസ് വരുന്നു, ഒബ്വിയസ്ലി യു ഗെറ്റ് ഹേർട്ട്. അപ്പോ അതിലൊരു അഭിനയം ഇല്ല ശരിക്കും പറഞ്ഞ, അത് മനസ്സിലുണ്ട്. അങ്ങനെയല്ല ഡോക്ടർ ഉദ്ദേശിച്ച് എനിക്ക് തോന്നുന്നു. അതിനകത്ത് വ്യത്യാസമുണ്ട്. ഷോൺ പറഞ്ഞ പാർട്ട്ലി റൈറ്റ്. അതിന്റെ വ്യത്യാസം എന്താണെന്നറിയോ? ഷോൺ ചെറുപ്പമാണ്, ഷോൺ പൊങ്ങി വരുന്നുള്ളൂ. പ്രായം വരുമ്പോഴത്തേക്കും അതിന്റെ ബാലൻസിങ് വരും. ആ ബാലൻസിങ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഷോൺ പറഞ്ഞ പോലെ വെൻ യുവർ ഇനീഷ്യൽ പാർട്ട് ഓഫ് യുവർ കരിയർ, നമ്മൾ ആ പ്രൊഫഷൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഈ ഹർട്ട് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്യും. ഹർട്ട് ചെയ്യുന്നത് മാത്രമല്ല, ഇറ്റ് ടേക്സ് ടൈം ഫോർ ഇറ്റ് റിക്കവർ. മനസ്സിലായില്ലേ? പക്ഷേ പ്രായമായി വരുമ്പോൾ ഹർട്ടിങ് ഫീലിംഗ് ഇല്ലെന്നുള്ളതല്ല, ഹർട്ടിങ് ഫീലിംഗ് ഉണ്ടാവും. പക്ഷേ യുവർ റിക്കവറി ബിക്കംസ് ഫാസ്റ്റർ. യു കം ഔട്ട് ഫാസ്റ്റർ. എന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊക്കെ പഠിച്ച് പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മുടെയൊക്കെ വിചാരം നമ്മൾ വിചാരിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ സാധിക്കുകയുള്ളൂ. ഞാനൊരു പേഷ്യൻ്റ് രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ രക്ഷപ്പെടും, രക്ഷപ്പെടില്ല പറഞ്ഞാൽ രക്ഷപ്പെടില്ല എന്നൊക്കെ ഒരു ചെറിയ അഹങ്കാരത്തോടെയാണ് നമ്മൾ പുറത്തേക്ക് വരുന്നത് എല്ലാവരും, ഓൾ ഓഫ് എസ്. അത് നമ്മുടെ പ്രൊഫഷൻ്റെ പാർട്ടാണ്. പക്ഷെ പെട്ടെന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കും, അതായത് ഞാൻ പഠിച്ച ഒരു ശാസ്ത്രം വേണ്ട വിധത്തിൽ പ്രയോഗിക്കാമെന്നതിനപ്പുറം എനിക്ക് അമാനുഷ്യമായിട്ടുള്ള ഒരു കഴിവുമില്ലാതെ തിരിച്ചറിവ് വരും. മനസ്സിലായില്ലേ? ദാറ്റ്സ് ദ സ്റ്റാർട്ടിങ് പോയിന്റ്. അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സക്സസ്സിലൊന്നും ഭയങ്കര ക്രെഡിറ്റ് എടുക്കുന്നില്ല. നമ്മുടെ ഫെയിലിയേഴ്സിൽ നമ്മൾ അതുപോലെ യു ആർ നോട്ട് ഗോയിങ് ടു പെട്ടുപോകില്ല. അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് അറിയോ, ആ റിക്കവറിയുടെ പാർട്ട് ഇതല്ല. റിക്കവറി പാർട്ട് ഇതിനേക്കാൾ കൂടുതൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കും. അതായത് ഇപ്പം ഷോൺ ഫോർ എക്സാമ്പിൾ, ഷോൺ ഒരു പേഷ്യൻ്റ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നു, ഷോണിനെ ആ പേഷ്യൻ്റ് രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല വിചാരിക്കുകയാണെങ്കിൽ, നെക്സ്റ്റ് ഡേ ദർ ആർ 100 പേഷ്യൻസ് വെയിറ്റിംഗ് ഫോർ ദെയർ ലൈഫ് ഇൻ ഫ്രണ്ട് ഓഫ് യു, അല്ലേ? ആ ഒരു ഫീലിംഗ് വരുമ്പോഴാണ് നമുക്ക് റിക്കവറി ഫാസ്റ്റ് ആവുന്നത്. ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭാര്യയായിട്ട് അടി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സങ്കടത്തോടെ ഹോസ്പിറ്റലിലേക്ക് പോവുള്ളൂ. പക്ഷെ അവിടെ ചെന്നാൽ വൺസ് യു ആർ ഗെറ്റിംഗ് ഇൻവോൾവ് ഇൻ ടു ദിസ്, ദെൻ യു ആർ എ ഡിഫറെൻറ്റ് വേൾഡ്. മനസ്സിലായി? ആ റിക്കവറിയാണ് നമ്മളെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് പോകുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുകയാണെന്നുണ്ടെങ്കിലും വെൻ യു ഫീൽ ദാറ്റ് ദെർ ആർ 100 പേഷ്യൻസ് വെയിറ്റിംഗ് ഫോർ ദെയർ ലൈഫ് നമ്മുടെ മുമ്പിൽ തോന്നുന്ന സമയത്ത് റിക്കവറി ഈസ് ഫാസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് എങ്ങനെയാണ്, ഒരു ബാലൻസ് ഡോക്ടർ ആവുന്നത് 60-70 വയസ്സാകുമ്പോഴേ ആവുള്ളൂ. ഈ ചെറുപ്പക്കാരനെ ചെറുപ്പമാണെന്ന് സംഭവിക്കുന്നു. ചെറുപ്പാണെന്ന് സാർ പറഞ്ഞതിൽ സന്തോഷം. മാത്രമേ ഉള്ളൂ, വയസ്സ് കൂടുതലുണ്ട്. അല്ല, ഞാനിന്ന് ഡോക്ടർ വന്നപ്പോ തന്നെ വിചാരിച്ചു എന്താ സ്റ്റൈല്. നമ്മളൊക്കെ വന്നെങ്കിലും ഡോക്ടർ നല്ല അതെന്താ പറയാ, ഒരു 10 വയസ്സെങ്കിലും തോന്നിക്കോട്ടെന്ന് ചോദിച്ചിട്ടായിരുന്നു. അല്ല, എല്ലാവരും വിചാരിക്കില്ല ഒരു വയസ്സാ വന്നിരിക്കുന്ന ഫീലിംഗ് വരണ്ടെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഞാൻ എന്നും പറയുന്നത് എങ്ങനെയാ അറിയാം,
സർക്കാർ ജോലിയിൽ നിന്ന് എന്ന് വിരമിക്കുന്നു അന്ന് ഒരു ബാലൻസ് പേഴ്സൺ ആണ്. ബിക്കോസ് നമ്മൾ ആ ബാലൻസ്ഡ് ആയിട്ട് വരുന്ന സമയമാകുമ്പോഴത്തേക്കും യു വിൽ ബി ആസ് ടു ഗോ ഫോർ എ പെൻഷൻ. അത് കഴിഞ്ഞ് പിന്നെ വർക്ക് ചെയ്യാൻ പോകുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ. അപ്പോൾ ആ ഒരു ബാലൻസ് ഡോക്ടറെ പിന്നെ കിട്ടാൻ പോകുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലിനായിരിക്കും. പക്ഷെ ദാറ്റ് ഇസ് എ ഫാക്ട്. അതായത് ഇപ്പോൾ നമ്മളെപ്പോഴും പറയില്ലേ, ഇപ്പോൾ ഷോണിൽ എത്തിക്കൊണ്ട് തന്നെ പറയാം, ഹൂ ഇസ് ദ ബെസ്റ്റ് സർജൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഡെഫിനിഷൻ കൊടുക്കുക? ഹൂ ഡസ് ഓൾ കോംപ്ലിക്കേറ്റഡ് സർജറീസ് അല്ലേ? ഒരു കോംപ്ലക്സ് സർജറി ചെയ്യുന്ന ഒരാളാണ് എല്ലാവരും അതിലൊരു ഗുഡ് സർജൻ. പക്ഷേ ആ ഡെഫിനിഷന് വേറൊരു മുഖമുണ്ട്. എന്തെന്നറിയോ? ഇഫ് എ സർജൻ ക്യാൻ ടേക്ക് എ ഡിസിഷൻ ദാറ്റ് സർജറി ഈസ് നോട്ട് നീഡഡ് ഫോർ ദിസ് പേഷ്യൻറ്റ്. ഓക്കെ, അതും ഒരു വലിയ കാര്യമാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് ഞാൻ പറഞ്ഞത് ഈ വയസ്സാകുമ്പോഴത്തെ വ്യത്യാസം പറഞ്ഞത്. എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. പക്ഷെ ഡോക്ടർ ഇപ്പോഴും എങ്ങേറ്റ് ഹാട്ടാന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ സാറിനെ കാണുമ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ നമ്മുടെ ഫിറ്റ്നസിന്റെ സ്വാഭാവികമായിട്ടുള്ള കോൺസെപ്റ്റ്സിനെ ഏറ്റവും ബ്രേക്ക് ചെയ്തിട്ടുള്ള ആളെന്നുള്ളത് ഞാൻ സാറിനെ കാണുന്നത്. കാരണം നമ്മൾ ജിമ്മിൽ പോകുന്നു, 6 പാക്ക് ആവുന്നു, എന്നിട്ട് കുറച്ചു നേരം ജോലി ചെയ്യുമ്പോഴേക്കും ടയേർഡ് ആവുന്നു. ഞാൻ സാറിനെ കാണുമ്പോൾ എനർജീന്റെ വേറൊരു ഡെഫിനേഷനാണ്. ബണ്ടിൽ ഓഫ് എനർജി അല്ലേ? ഒരു മാറ്റമില്ല കാലങ്ങളായിട്ട്. അങ്ങനെയല്ല, ഞാൻ ഒരു ഇത് ഏറ്റവും ടച്ച് വിട്ട്. അതെ. അപ്പം സാർ എപ്പോഴും ഇങ്ങനെ ടയേർഡ് ആവാതെ ജോലി ചെയ്യുക ശരിക്കും. അപ്പം ഞാൻ വിചാരിക്കുക നമ്മുടെ ഒരു ജനറൽ ഒരു ഫിറ്റ്നസിന്റെ കോൺസെപ്റ്റ് നമുക്ക് ചോദിക്കാം, കുറെയൊക്കെ മാറ്റേണ്ടത്. എന്നോട് മീറ്റിങ്ങിൻ്റെ അത് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഡയറ്ററി ഹാബിറ്റ്സ്, ഏറ്റവും നല്ല ഡയറ്ററി ഹാബിറ്റ്സ് ഡോക്ടർ കൊടുക്കേണ്ട അഡ്വൈസ്. ഞാൻ പറയും, ഞാൻ കഴിക്കുന്ന സാധനങ്ങളൊക്കെ പറയാം, അതൊന്നും കഴിക്കരുതെന്നുള്ളതാണ് ഏറ്റവും നല്ല അഡ്വൈസ്. അപ്പൊ ഞാൻ പറയട്ടെ, അതെന്തൊക്കെയായിരിക്കുന്നത്? ഡോക്ടർ ചോക്ലേറ്റ് കഴിക്കില്ലേ? കഴിക്കും. പായസം കഴിക്കും. ഉപ്പിലിട്ടത് കഴിക്കും. പപ്പടം കഴിക്കും. അച്ചാറാണ് ഏറ്റവും ഇഷ്ടമുള്ള സാധനം. അപ്പൊ പേഷ്യൻസ് എനിക്ക് കൊണ്ടു തരുന്നതില് മെജോറിറ്റി അച്ചാറാണ്. ഇതിപ്പോ കേക്ക് കേട്ടോ, ഈ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ഡോക്ടറെ പേഷ്യൻസ് മാത്രമല്ല ലോകം മുഴുവൻ കേൾക്കും. ഈ ഡോക്ടർക്ക് അച്ചാറും ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയുന്നത് ഇതൊന്നും ചെയ്യാൻ പാടില്ലെന്നാ പറയുന്നത്. അത് ശരി, ചെയ്യണമെന്നില്ല, ചെയ്യാൻ. പക്ഷെ എന്താ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഓഫ് കോഴ്സ് പായസം ഒന്നും എനിക്ക് അങ്ങനെ ഭയങ്കര ക്രേസ് ഒന്നുമില്ല. എന്നാൽ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താ? അവിയല്. അത് പക്ഷേ ഇത് നമ്മളെയൊക്കെ പറ്റിക്കുകയാണ് കേട്ടോ. ഏറ്റവും ന്യൂട്രീഷണൽ വാല്യൂ കൂടുതലുള്ള ഇഷ്ടമുള്ള സാധനം എനിക്ക് അവിയലാണ്. അവിയലും ചോറും പിന്നെ അച്ചാറും കുറച്ച് തൈരും. അവിയലിന് വേണമെന്നില്ല, ശരിക്കും പറയാൻ ചോറും തൈരും കുറച്ച് അച്ചാറും, നല്ല കടുമാങ്ങ അച്ചാറൊക്കെ കിട്ടണ അത് മതി, ധാരാളം മതി. നല്ല ചെനച്ച വാസനയുള്ള ഇപ്പൊ തന്നെ കൊതി വരുന്നുണ്ട്. അതാണ് ഡോക്ടർക്ക് ഇഷ്ടമുള്ള സാധനം. പിന്നെ അതുപോലെ റിലാക്സ് ചെയ്തിട്ടൊന്ന് സിനിമ കാണുക, അല്ലെങ്കിൽ പുറത്തേക്ക് ഡ്രൈവിനൊക്കെ പോകും. രാത്രി എല്ലാം ഉണ്ട്. രാത്രി ഡ്രൈവിനൊക്കെ പോകും. രാത്രി ഡ്രൈവിനൊക്കെ ഡ്രൈവിന് പോകാറ്. പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പോകുന്ന സമയം വരാറില്ല. നമുക്ക് ഞാൻ ഒന്നൊരു തിയേറ്ററിൽ കാണും, പാട്ട് കേൾക്കും അറിയാം. പാട്ട് കേൾക്കും. പക്ഷെ പാട്ടിനൊക്കെ കുറെ ഞാൻ പറഞ്ഞു, നമുക്ക് ടൈം യൂട്ടിലൈസേഷൻ പറയില്ലേ, ടൈം യൂട്ടിലൈസേഷൻ ഏറ്റവും നല്ല സ്ഥലം എറണാകുളമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാറിൽ പോവുക. ഇപ്പം ഞാൻ ഇവിടുന്ന് എനിക്ക് എടപ്പള്ളി പോകണമെങ്കിൽ നല്ല പീക്ക് പറയാണെങ്കിൽ 1.5 മണിക്കൂർ എടുക്കും. രാത്രിയാണെങ്കിൽ എത്രയില്ല, പെട്ടെന്ന് പോകാൻ പറ്റും. ആ സമയം നമുക്ക് എന്ത് വേണ്ടി ചെയ്യാം അല്ലേ? കാറിൻ്റെ അകത്തിരുന്ന് നമുക്ക് വേണേൽ ഉറങ്ങാം, പുറത്തേക്ക് നോക്കിയിരിക്കാം, എന്ത് വേണം ചെയ്യാം. പക്ഷെ ഞാൻ എൻജോയ് ചെയ്യുന്ന സമയം ഞാൻ എൻ്റെ കാറിൽ മൗത്ത് ഓർഗൻ ഇരിപ്പുണ്ടാവും. അയ്യോ, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കഷ്ടമായി പോയിട്ട് ആ മൗത്ത് ഓർഗൻ കാറിലിരിപ്പുണ്ട്. നമുക്കത് കേൾക്കാൻ പറ്റുമോ ഡോക്ടറെ? എന്താ അതായത് ഈ ഇടയ്ക്കൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ ആ സാധനം ഇങ്ങോട്ട് എടുപ്പിക്കും, എന്നിട്ട് ഈ ഷോ തീരുന്നതിന് മുമ്പ് ഡോക്ടറെ കൊണ്ടത് വായിപ്പിച്ചു തരാം. അപ്പൊ ആ മൗത്ത് ഓർഗൻ നമുക്കിരുന്ന് വായിക്കും, സുഖമായിട്ടിരുന്ന് വായിച്ചോണ്ടിരുന്നാലും എത്ര നേരം വേണേൽ വഴി കിടക്കാം, കുഴപ്പമൊന്നുമില്ല. ഡ്രൈവർക്ക് കുറച്ച് സംഗീതത്തോട് അറിയുന്ന പാർട്ടിയാ. അപ്പൊ ഒരു നോട്ട് തെറ്റിക്കഴിഞ്ഞാൽ പോലെ സാർ ആ നോട്ട് മാറ്റണം, ശരിയല്ലെന്നത്. അതെ, അപ്പൊ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന സമയം ഉണ്ടോ അവിടെ? സമ്മതിച്ചു. ഞാൻ ഇവിടെ ഈ രണ്ട് സുന്ദരികളായി എങ്ങനെ പറയണ ശരിയാണോന്ന് അറിയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കാണാനുള്ള ഇഷ്ടവും ഒരു വലിയൊരു ഫാക്ടർ തന്നെയാട്ടോ. ഈ ഡോക്ടർ മിനു ജോർജ് എന്ന് പറഞ്ഞ മലയാളികളോട് ഇത് സത്യം കൂടി ഞാൻ പറയാം, എൻ്റെ പേഴ്സണൽ ഡോക്ടർ കൂടിയാണ്. അതും കൂടി അതെന്താന്നൊക്കെ ഞാൻ പിന്നെ പറയുള്ളൂ. പക്ഷേ ഡോക്ടർ നമുക്കറിയാം ന്യൂറോളജിസ്റ്റ് ആണ്. ഞാൻ ഡോക്ടറുടെ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഡോക്ടറെ അടുത്ത് എത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ ഡോക്ടറുടെ സ്കില്ലോ അല്ലെങ്കിൽ ഡോക്ടർ എന്നുള്ള ആ കഴിവുകളെ കുറിച്ച് ഉള്ളതിനേക്കാൾ കൂടുതൽ ഡോക്ടറായിട്ട് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പകുതി റിലീഫായിരുന്നു. ആ ഒരു ആസ്പെക്റ്റ് ഡോക്ടേഴ്സ് നമുക്ക് തരുന്നുണ്ട്, ഡോക്ടർ എനിക്ക് തന്നിട്ടുണ്ട്. ഈ ഒരുപക്ഷെ എൻ്റെ രോഗം ഭേദമാവാനുള്ളൊരു പ്രധാന കാരണവും ഡോക്ടർ എന്നോട് കാണിച്ച ഡോക്ടറുടെ സമീപനം എന്ന് പറയുന്നതാണ്.
അപ്പം ഞാൻ ഡോക്ടർ എപ്പോഴും പലരും പറയാറുണ്ട് ഡോക്ടർ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈൻ പ്രൊഫഷനാണ്. ചില സമയങ്ങളിൽ അതൊന്നും അല്ലാത്ത ഡോക്ടേഴ്സും ഒക്കെ നമ്മുടെ നാട്ടിലും ഒക്കെ ഉണ്ട് കേട്ടോ, ഇല്ലയെന്നൊന്നുമല്ല, അങ്ങനെ ഒഫൻഡഡ് ആയിട്ട് പറയുമല്ല സത്യം. പക്ഷേ ഡോക്ടറുടെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഡിവൈൻ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ഡോക്ടർ എങ്ങനെ ഇതിലേക്ക് വന്നത്, ഇതൊക്കെ ഇങ്ങനെ ഈ ഡിവിനിറ്റിയൊക്കെ ഫീൽ ചെയ്തത് എനിക്ക് ഡോക്ടറിൽ നിന്നാണ് ആദ്യമായിട്ട് ജീവിതത്തിൽ. ഡോക്ടർ ജോബ് എന്ന് പറയുന്നത് ഒരു ഡിവൈൻ പ്രൊഫഷനായിട്ട് കണക്കാക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. കണക്കാക്കണ്ട എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. കാരണം എന്താന്ന് വെച്ചാൽ വിത്ത് ഗ്രേറ്റ് ഗ്ലോറിഫിക്കേഷൻ കംസ് ഗ്രേറ്റർ എക്സ്പ്ലോയിറ്റേഷൻ എന്നാണ്. നമ്മൾ കണ്ടിട്ട് ഈ മദേഴ്സ് ഡേക്കൊക്കെ അമ്മമാർ 10 കൈകൾ പിടിച്ച്, വർക്കിംഗ് മോം 10 കൈകൾ പിടിച്ചിട്ട് വാഷിംഗ് മെഷീനിൽ തുണി ഇടണു, കുട്ടികളെ നോക്കണു, അടുക്കളയിൽ പാചകം ചെയ്യണു, അതേസമയം അവർ വർക്ക് ചെയ്യാൻ ഓടുന്നു, മൾട്ടി ടാസ്കിങ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആൾക്കാർ അവർക്ക് ആ ഒരു ഡിവൈൻ ഒരു പരിവേഷം കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യണു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കൂടുതൽ എക്സ്പെക്റ്റേഷൻ വരുമ്പോൾ ഒരു അമ്മയ്ക്കും എല്ലാ ജോലിയും കൂടി ചെയ്തു തീർക്കാൻ പറ്റൂല. സത്യമായിട്ട് ഡോക്ടർ, എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറയാറുണ്ട്, ഞാൻ ആസ് എ ഡയറക്ടർ, ആസ് എൻ ആങ്കർ ഈ പണി ചെയ്യണം, വീട്ടിൽ ചെന്നിട്ട് രാത്രി 11 മണിക്ക് ചിലപ്പോൾ ദോശ ഉണ്ടാക്കണം, കുട്ടികളുടെ കാര്യം. ഞാൻ പറഞ്ഞു എന്നെ അധികം ഗ്ലോറിഫൈ ചെയ്ത് രൂപക്കൂട്ടിൽ ഇരുത്തണ്ടെന്ന് പറയാറുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഒരു സൂത്രമായിട്ടാണ് തോന്നുന്നത്. കാരണം അമ്മമാർക്ക് അങ്ങനെ ഒരു ഡിവൈൻ പരിവേഷം അല്ല, അമ്മമാർക്ക് അങ്ങനെ ഒരു ഡിവൈൻ പരിവേഷം കൊടുത്താൽ അയ്യോ ഞാനിത് ചെയ്തില്ലെങ്കിൽ എന്താവുന്നു ബാക്കിയുള്ളവർ ചിന്തിക്കുന്നുള്ളൊരു പേടിച്ചിട്ട് ദേ ട്രൈ ടു ഫിനിഷ് എവറിത്തിങ്. പക്ഷെ മൾട്ടി ടാസ്കിങ് വരുമ്പോൾ ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല. വീട്ടിൽ കൂടുതൽ ജോലി ചെയ്യുമ്പോൾ പ്രൊഫഷനിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റൂല. കാരണം ഒരു കാര്യത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൽ കൂടുതൽ പൂർണ്ണത കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഡോക്ടർ ജോബും അങ്ങനെ തന്നെയാണ്. നമുക്കിപ്പോൾ ഒരു ഡിവൈൻ ഗ്ലോറിഫിക്കേഷൻ ആ ജോബിന് കൊടുക്കുമ്പോൾ കൂടുതൽ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ. പക്ഷെ ഒരു കാര്യം, ഈ ലോകത്തെ എന്ത് ജോലിയെ കുറിച്ച് പറഞ്ഞാലും അവസാനം നമ്മൾ പറയുക, ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും നോബ്ലസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ആദരവ് കിട്ടുന്ന ജോലി ഏതാന്ന് ചോദിച്ചാൽ അങ്ങനെയല്ലേ സലേഷ്യ? ആദരവ് എന്നുള്ളൊരു ഫാക്ടർ ഇപ്പൊ കുറെ കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പൊ കുറെയൊക്കെ മെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഡിഫെൻസീവ് മെഡിസിൻ ആയിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെ ആ ഒരു ആസ്പെക്റ്റും കൂടിയാണ് ഞാൻ പറയണത്. ഡോക്ടർ ജോബ് ഷുഡ് ബി കൺസിഡേർഡ് ആസ് എ നോർമൽ ജോബ് ഇൻ വിച്ച് എ ഡോക്ടർ വർക്ക്സ് ഫോർ ഹിസ് സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. ഓക്കെ, ഭയങ്കര വലിയ വലിയ കാര്യങ്ങളാണ് ഡോക്ടർ പറയുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇത്രയും വലിയ കാര്യങ്ങളൊന്നും പറയാനല്ലേ ഇവിടെ ഇരിക്കണേ. ഡോക്ടർ എത്ര അത് പറഞ്ഞപ്പോഴാണ് ഡോക്ടർക്ക് ഒരു സോഷ്യൽ മീഡിയ പേജൊക്കെ ഇല്ലേ? അത് സത്യം പറയാം, അതൊരു ഡോക്ടറുടെ ഒരു റിലാക്സേഷനോ അല്ലെങ്കിൽ ഓഫ് കോഴ്സ് ബോധവൽക്കരണം എന്നൊക്കെ പറയുമെങ്കിലും ഡോക്ടർ അതിലൊരു ഹാപ്പിനെസ് കണ്ടെത്തുന്നില്ല. അതെന്റെ ഒരു മീ ടൈം വെച്ചിട്ട്, ബിക്കോസ് നമുക്കൊരു പ്രൊഫഷണൽ ലൈഫ് പറയാമോ പബ്ലിക്, നമുക്ക് ഓഡിയൻസിനോട് പറയാം? സിംപ്ലി ന്യൂറോ എന്നാണ് പേര്. SIMPLY സ്പേസ് ന്യൂറോ NEURO. ഓക്കെ, അത് നമുക്കിപ്പോൾ ഒരു പ്രൊഫഷണൽ ടൈമും ഒരു ഫാമിലി ടൈമും വിട്ട് നമുക്കൊരു മീ ടൈം വേണം. എനിക്ക് എൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും നടത്താൻ എനിക്കൊരു സമയം വേണം. അത് നമുക്ക് എല്ലാ ദിവസവും കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ സാറിന് സിനിമ കാണുന്നത് ഇഷ്ടമാണ്, സാറിന് ഓർഗൻ വായിക്കുന്നത് ഇഷ്ടമാണ്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ നമ്മള് ഷമ്മി കപൂറും മറ്റേ അല്ലേ, ഷമ്മി കപൂറും കിഷോർ കുമാറൊക്കെ മേരി സപ്പനോ കി റാണി പാട്ടൊക്കെ പാടി, അത് എനിക്ക് കേൾക്കണം. എന്റെ ഫേവറേറ്റ് പാട്ടാട്ടോ അത്. ഉറപ്പായിട്ടും പാടിപ്പിക്കാം. പറയൂ ഡോക്ടർ. അപ്പോൾ ആ മീൻ ടൈമാണ് ഡോക്ടർക്ക്. ആ ഒരു മീ ടൈം അതാണ്. അത് പിള്ളേരും ഹസ്ബൻഡും ഒന്നും നമ്മുടെ ആ മീ ടൈമിൽ വരാൻ പാടില്ല. എനിക്ക് എന്താണോ ചെയ്യാൻ ഇഷ്ടം അത് ഞാൻ ചെയ്യും. അത് ചിലപ്പോൾ എനിക്ക് പാർലറിൽ പോണതായിരിക്കാം, ചിലപ്പോൾ എനിക്ക് യൂട്യൂബ് കാണുന്നതായിരിക്കും, ചിലപ്പോൾ എൻ്റെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണതായിരിക്കാം, ചിലപ്പോൾ എനിക്ക് ട്രാവൽ ചെയ്യണതായിരിക്കും. എനിക്ക് ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പം ഞാൻ ഡോക്യുമെന്ററീസ് ഒക്കെ ഇങ്ങനെ കുറേ കാണും. അപ്പം അതൊക്കെ എൻ്റെ ഇഷ്ടങ്ങളിൽ പെട്ട എൻ്റെ മീ ടൈമിൽ പെട്ടതാണ്. എന്താ ഇപ്പൊ അവസാനം വായിച്ചത് എന്തിനെ പറ്റിയായിരുന്നു? ഹിസ്റ്ററി ഞാനിപ്പോ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്, അതിപ്പോ മോന് പഠിപ്പിക്കാനുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ സോഷ്യൽ ഞാൻ വായിച്ചു. പിന്നെ World War II, ഹിറ്റ്ലർ, ആ സ്റ്റോറീസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതൊക്കെ കണ്ടു. അങ്ങനെ ഹിസ്റ്റോറിക്കൽ നോവലുകളൊക്കെ ഹിസ്റ്റോറിക്കൽ നോവൽ എന്നതിനേക്കാളും റിയൽ ഇവന്റ്സ്, എന്താണ് ഇവിടെ നടന്നത്, അതെ, ആൻഡ് ദ പാസ്റ്റ് ഇൻ ദ ലാസ്റ്റ് 100 years. അത് ഭയങ്കര രസമായിട്ട് തോന്നുന്നു. കാരണം പൊതുവെ എല്ലാവരും പറയും ഈ മെഡിക്കൽ പ്രൊഫഷനിലുള്ളവർ സയൻസ് ഓറിയന്റഡ് ആയിരിക്കും, അവർക്ക് ഇഷ്ടമുള്ള കാര്യം. ഇതിപ്പോ പാട്ട് പാടുകയും മൗത്ത് ഓർഗൻ വായിക്കുകയൊക്കെ ചെയ്യുന്ന ഡോക്ടറെ പോലെയുള്ളവരുണ്ട്. ഹിസ്റ്ററി ഒരു ഇഷ്ട വിഷയമാണെന്ന് പറയുമ്പോൾ ഭയങ്കര രസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇഷ്ടമാണ്, പണ്ട് ഇഷ്ടമാണ്. പക്ഷെ റീസെന്റ് എനിക്കൊരു 5 years ആയിട്ട് ഹിസ്റ്ററി ഭയങ്കര താല്പര്യമാണ്. അത് ഇന്ത്യൻ ഹിസ്റ്ററി ആണെങ്കിലും വേൾഡ്, കുറെയൊക്കെ യൂറോപ്പ്, വേൾഡ് വാർ എങ്ങനെയുണ്ടായി, ആ സംഭവങ്ങളൊക്കെ ഞാൻ കുറെ കണ്ടിട്ടും വായിച്ചു. ഡോക്ടർ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാന്ന് പറഞ്ഞു. ആക്റ്റീവ് ആണ്, ഞാൻ കാണാറുണ്ട് സിംപ്ലി ന്യൂറോ. അതുകൊണ്ട് ഞാൻ പറയാം, ഡോക്ടർ കുറെ പോസ്റ്റ് ഒക്കെ ഇടാറുണ്ട്, നല്ല ഭംഗിയായിട്ട് ഡ്രസ്സ് ചെയ്തൊക്കെ വന്ന് നല്ല സ്റ്റൈലായിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട്.
ഞങ്ങൾക്കൊക്കെ ഒരു ഭീഷണിയും കൂടിയാണ്. പിന്നെ ഡോക്ടറുടെ പ്രൊഫഷൻ അതായതുകൊണ്ട് എന്തായാലും ഈ രംഗത്തേക്ക് വരില്ല മുഴുവനായിട്ടും നമുക്ക് ഉറപ്പുണ്ട്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സംഗതി നിങ്ങൾ ഡോക്ടേഴ്സ് അതിനെ എങ്ങനെയാണ് കാണുന്നത്? കാരണം ഇപ്പോൾ ഉണ്ടല്ലോ ഡോക്ടറെ, ഈ എന്ത് കാര്യം ഉണ്ടെങ്കിലും ആദ്യം തന്നെ ഒരു തലവേദന വന്നു ഉടനെ ഗൂഗിൾ ചെയ്തു വാട്ട് ഈസ് ദ റീസൺ ഫോർ ഹെഡ് ഏക്ക്, അല്ലെങ്കിൽ എനിക്ക് ഇടത്തെ കൈക്കൊരു വേദന, ദൈവമേ ഹാർട്ടിൻ്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ ആർത്രൈറ്റീസ് ആണോ. ഇത് പല തരത്തിലുള്ള കൺഫ്യൂഷൻസ് ആൾക്കാരിൽ ഉണ്ടാക്കുന്നുണ്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു അപകടമാണോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം? അല്ല, ഈ ഒരു കാലത്തിൽ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു, നമുക്ക് എന്ത് വേണമെങ്കിലും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇനി അത് നോക്കരുത്, നോക്കാണ്ട് ഞങ്ങളുടെ അടുത്ത് വരണം എന്നൊന്നും നമുക്ക് പേഷ്യൻസിന്റെ അടുത്ത് പറയാൻ പറ്റില്ല. ഇങ്ങനെ പറയാറുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ പറയാറുമില്ല. അവർക്ക് എന്തായാലും അവരെല്ലാവരും ഗൂഗിൾ ചെയ്തിട്ടാണ് വരണത്. പക്ഷെ അതിനൊരു ലിമിറ്റ് വെക്കണം. കാരണം ഇപ്പോൾ ഒരു പേഷ്യന്റ് തലവേദനയാന്ന് പറഞ്ഞ് വരുമ്പോൾ മിക്ക പേഷ്യൻസും ഡോക്ടർ എനിക്ക് ഹെഡ് ഏക്ക് ആണ്, എനിക്ക് ബ്രെയിൻ ട്യൂമർ ആണോ എന്ന് അറിയാൻ CT സ്കാൻ എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് മിക്ക പേഷ്യൻസും നമ്മുടെ ഒപ്പിയിൽ വരാം. ആ ഹെഡ് ഏക്കിന് വേറെയും തലങ്ങളുണ്ട്, അതിന് വേറെ ക്ലിനിക്കൽ അപ്രോച്ച് ഉണ്ടെന്നൊന്നും പേഷ്യൻസിന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവര് ഗൂഗിൾ ചെയ്യും, ചിലപ്പോൾ മൈഗ്രെയിൻ എന്ന് പറയും, പക്ഷെ മൈഗ്രെയിൻ ചിലപ്പോൾ ട്യൂമർ ആയിട്ട് പ്രസന്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ അവർക്ക് ആ ഒരു പേടിച്ചിട്ടാണ്, ആ ഒരു ഫീലിങ്ങിലാണ് അവർ നമ്മളെ അപ്രോച്ച് ചെയ്യണത്. അപ്പോൾ അതിനൊരു ഒരു ഒരു മാർക്കിംഗ് വേണം. അതായത് ഭയങ്കരമായിട്ട് ഗൂഗിൾ അഡിക്ട്സ് ആവാതെ ഒരു ലെവൽ വരെ ദർ ഷുഡ് ബി ആൻ അവയർനെസ്. അപ്പം നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരില്ല. ഇപ്പൊ ഹെഡ് ഏക്കിന്റെ തലങ്ങൾ ചില പേഷ്യൻസിന് അറിയാം, ക്ലസ്റ്റർ ഹെഡ് ഏക്ക് എന്താണ്, മൈഗ്രെയിൻ എന്താണ്, മിക്ക പേഷ്യൻസ് അത് കേട്ടിട്ടാണ് വരണത്. ഗൂഗിൾ നോക്കാതെ വരുന്നവരെയാണ് എളുപ്പം നമുക്ക് ചികിത്സിക്കാൻ പറ്റുക. അങ്ങനെയില്ല, ലെറ്റ് ദം കം. ബിക്കോസ് നമുക്ക് അവരോട് നോക്കാണ്ട് വരണം നമുക്ക് പറയാൻ പറ്റൂല, അവര് നോക്കിക്കോട്ടെ. പക്ഷെ അത് കൂടുതൽ അതിന് അഡിക്റ്റ് ആയി ഡോക്ടർ പറയണതിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ആവരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് നിങ്ങൾ പറഞ്ഞ് സ്ഥാപിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമാവും എന്നുള്ളതാണ് അല്ലേ? ശൈലേഷ്, ഞാൻ പറയട്ടെ, ശൈലേഷ് ഇത് പറഞ്ഞ പോലെയാണ് സോഷ്യൽ മീഡിയയിലും വിഷ്വൽ മീഡിയയിലും ഏത് പത്രമാസികകൾ എടുത്താലും എല്ലായിടത്തും ശൈലേഷിയുടെ കോളംസ് ഞാൻ കാണാറുണ്ട്, വായിക്കാറുണ്ട്. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ഈ ആളുകളുടെ പ്രശ്നങ്ങളല്ലേ കേൾക്കുന്നത്. ഇതിങ്ങനെ കേട്ട് ഞാനൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണെന്നറിയാലോ, ഞാൻ ആ പരിപാടി നിർത്തിയതാണ്. കാരണം എനിക്ക് കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനേക്കാൾ റിലാക്സിങ് ആയിട്ട് എനിക്ക് തോന്നി ഇത്തരം പണികളൊക്കെയാണ് കുറച്ചും കൂടി എളുപ്പമാണ്. ഈ പണി ഇങ്ങനെ ചെയ്ത് ക്ലിനിക്കൽ സൈക്കോളജി അതിൻ്റെ ക്ലിനിക്കൽ ആസ്പെക്ട്സും കൂടിയുണ്ട്. അപ്പോൾ അത് എപ്പോഴെങ്കിലും ഡിപ്രസിങ് ആയി തോന്നിയിട്ടുണ്ടോ പേഴ്സണൽ ലൈഫിൽ? ഒരിക്കലും ഇല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാലേ, നമ്മൾ അതൃപ്തരായിട്ടുള്ള ഒരുപാട് ജോലികൾ ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടല്ലോ. എന്നെ സംബന്ധിച്ച് എൻ്റെ ഭാഗ്യമായിരിക്കും ചിലപ്പോൾ അത്, എൻ്റെ പാഷനും പ്രൊഫഷനും സെയിം ആണ്. അപ്പോൾ ഞാൻ വളരെ ആസ്വദിച്ച്, എന്താ പറയുക, എനിക്കൊരു ഇപ്പോൾ നമുക്ക് ഈ കടങ്കഥയൊക്കെ കിട്ടുമ്പോൾ അതിന് ഉത്തരം കണ്ടുപിടിക്കുക എന്ന് പറയുന്ന പോലെ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരിക്കലും അതൊരു മടുപ്പിക്കുന്ന കാര്യമായിട്ട് തോന്നിയിട്ടേ ഇല്ല. പിന്നെ നമ്മൾ ഡിഗ്രിയും PG ഒക്കെ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കസ്തൂർബ മെഡിക്കൽ കോളേജ് മണിപ്പാലിലാണ് പഠിച്ചത്. അവിടെ പോയിട്ട് ക്ലിനിക്കൽ ട്രെയിനിങ് എടുക്കുമ്പോൾ നമ്മളെ അവർ ആദ്യം ട്രെയിൻ ചെയ്യുന്നത് നമുക്ക് തെറപ്പി തന്നിട്ടാണ്. അപ്പം നമ്മൾ ഇത്തരം ഇമോഷണൽ കാര്യങ്ങളാൽ ബാധിതരാവാതെ ലോജിക്കലി കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാനും ആൾക്കാരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം എല്ലാ കേസും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമൊന്നുമില്ല. അപ്പം ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നേരത്തെ സാറ് സൂചിപ്പിച്ച അത് ഭയങ്കര ഈസിയാണ്. കാര്യം ഡോക്ടർ പറഞ്ഞ പോലെ ആദ്യം അത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അതങ്ങോട്ട് വിടണം, പിന്നെ അതിലേക്ക് തന്നെ നിൽക്കരുത്. അല്ല, നമുക്ക് വിടേണ്ടി വരും. കാരണം നമുക്ക് അടുത്ത ആള് നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, നമുക്ക് അടുത്ത കാര്യങ്ങളുണ്ട്, നമ്മൾ എന്തായാലും അത് വിട്ടേ പറ്റുള്ളൂ. എന്താ ശൈലേഷ ചെയ്ത് കഴിഞ്ഞാൽ ഈ കൺസൾട്ടിങ് അവേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ? ഞാൻ ഇറങ്ങുന്ന എല്ലാ സിനിമയും കാണും. അത് പറഞ്ഞോട്ടോ, ഇവിടെ വന്നിരുന്നപ്പോ തന്നെ ഞാൻ ലോക്കൽ 2 തവണ തിയേറ്ററിൽ കണ്ടു. 2 തവണ കണ്ടു. 2 പ്രാവശ്യം കണ്ടതിനാ. അപ്പൊ ഞാനും എന്റെ ചെറിയ മോനും കൂടെ 2 തവണ കണ്ടു. അപ്പൊ ആ സിനിമ 2 പ്രാവശ്യം കണ്ടത് മനസ്സിലായല്ലേ സാർ? അതിന്റെ ഇടയിലൊന്ന് ഗോൾ അടിച്ചതാണ്. ഞാൻ കുറച്ചും കൂടി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാ. അല്ല, അപ്പൊ അതും ഇൻട്രസ്റ്റ് ഉള്ള ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ. മ്യൂസിക്, എഴുത്ത്, അത് ഞങ്ങൾക്കറിയാം, എഴുത്തൊക്കെ ഉണ്ട് എന്നുള്ളത്. എങ്ങനെയാ? ഞാൻ TV കാണാറില്ല. എനിക്ക് ഒരു 10-20 വർഷമായിട്ട് ഞാൻ TV കണ്ടിട്ടേ ഇല്ല. അയ്യോ, എനിക്ക് മിണ്ടണ്ട. എന്നാല് അതുകൊണ്ടാണ് നേരത്തെ എൻ്റെ അടുത്ത് ആ ഷോ എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഉത്തരം പറയാൻ പറ്റാതെ ഓഡിയൻസ് വിചാരിക്കും ഇത് എന്താണ്. അല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞു. കാര്യം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അവര് എപ്പിസോഡ്സ് യൂട്യൂബിൽ അയച്ചു തരും, നമ്മൾ കാണും. ഞാൻ TV കാണുന്നത് മോശമെന്നല്ല പറഞ്ഞത്, എനിക്കതിൽ ഇൻട്രസ്റ്റ് ഇല്ല. ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ഉണ്ട്. കാര്യം നമ്മൾ പഠിക്കാൻ പോയ സമയത്ത് നമുക്കൊരു ശ്വാസം വിടാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയില്ല. അപ്പൊ നമ്മുടെ ആ TV കാണുന്ന ശീലം അങ്ങോട്ട് മാറി. ഇപ്പോ എന്ന് വെച്ചാൽ പുസ്തകം വായിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ ഈ വെബ് സീരീസ് ഒക്കെ പോലത്തെ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ
അപ്പൊ ഈ ലോക പോലെയുള്ള ഞാൻ അതിന്റെ സ്പോയിലർ ആക്കുന്നില്ല, അങ്ങനെയുള്ള സിനിമകൾ കാണാന്ന് പറയുമ്പോൾ അവിടെയും ഒരു ഫീൽ ഗുഡ് എന്നുള്ള ഫീലിംഗ് അല്ലല്ലോ അങ്ങനത്തെ മൂവീസ്. അല്ല, നമ്മൾ സിനിമ കാണാൻ ചെന്നിരിക്കുമ്പോഴേ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇനി നെക്സ്റ്റ് കാര്യം നമ്മളത് പിടിക്കും എന്നുള്ള ഒരു ആംഗിളിലാണല്ലോ ഇരിക്കുന്നത്, നമുക്ക് മനസ്സിലാവും. അല്ല, ശൈലേഷ് തിയേറ്ററിൽ പോയിരുന്നിട്ട് ലോക്കലെ ക്യാരക്ടറിനെയും മുന്നിൽ വെച്ചിരിക്കുകയാണ്. അങ്ങനെയല്ല, എല്ലാ ഓഡിയനും ഞാനിത് പിടിക്കും എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ തന്നെ ഇരിക്കുന്നത്. അതിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു സാധനം സിനിമ തരുമ്പോഴല്ലേ നമുക്ക് അത് എക്സൈറ്റ്മെന്റ് ആകുന്നത്. ആ ഒരു എക്സൈറ്റ്മെന്റ് ഇതിലുണ്ടായിരുന്നു. അപ്പൊ എല്ലാ പസിൽസും സോൾവ് ചെയ്യാനാണ് ഇഷ്ടം. പസിൽസ് സോൾവ് ചെയ്യുന്ന, ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇഷ്ടമാണ്. ഞാനിവിടെ വളരെ സിമ്പിൾ ആയിട്ട് കാഷ്വലായി കുറച്ച് വർത്താനം പറയാന്ന് വിചാരിച്ച് ഡോക്ടേഴ്സിനെ വിളിച്ചു വരുത്തിയപ്പോഴേ ഞാൻ നോക്കുമ്പോൾ ഡോക്ടർ ഗംഗാരം മാത്രമാണ് കുറച്ച് റിലാക്സ് ചെയ്ത് സംസാരിക്കുന്നത്. നിങ്ങളൊക്കെ ഭയങ്കര വലിയ കാര്യങ്ങളാ പറയുന്നത്. അല്ല, ഇത് നമുക്ക് റിലാക്സിംഗ് ആണ്. പുസ്തകം വായിക്കാന്ന് പറയുന്നത് റിലാക്സിംഗ് അല്ലേ? ആരുടെയും ശല്യം ഇല്ലാണ്ട് ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് എന്തെങ്കിലും, വരികളില്ലാത്ത സംഗീതം, ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് എന്തെങ്കിലും പ്ലേ ബുക്ക് വായിക്കണതിന്റെ ഇടയിൽ കേൾക്കാന്നുള്ളത്. പാട്ടിൽ ഇൻട്രസ്റ്റ് വരില്ലേ? ആ പാട്ടിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അത് വണ്ടി ഓടിക്കുമ്പോഴാണ് കൂടുതൽ കേൾക്കല്. അതല്ലാത്ത സമയത്ത് ഡോക്ടർ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ റിലാക്സ് ചെയ്യുന്ന, ഞാൻ സത്യം പറഞ്ഞാൽ പഴയ പാട്ടുകൾ നമ്മൾ 70s ബാബുരാജിന്റെയും റഫീ സാബിന്റെയും ഒക്കെ പാട്ടുകൾ കേട്ട്, അതുപോലെ ജയേട്ടന്റെ പാട്ടുകൾ, പി ജയചന്ദ്രൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതായിരുന്നു ഇഷ്ടം. വ്യത്യാസം എന്താ വെച്ചാല് ഇപ്പം 2 പാർട്ടുണ്ട്. ഒന്ന് പാട്ട് ഇൻസ്ട്രുമെന്റ്സിൽ വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ വാക്കുകളില്ല, കവിതകളില്ല. ഇൻസ്ട്രുമെന്റിൽ വായിക്കും. പാട്ട് കേൾക്കുമ്പോൾ പാട്ടിലെ മറ്റേ അതിന്റെ ട്യൂൺ മാത്രമല്ല, അതിൽ അണ്ടർലൈങ് ആയിട്ടുള്ള കവിത ഉണ്ട്. അതാണ് പഴയ സിനിമകളിലെ പഴയ പാട്ടുകളുടെ വ്യത്യാസം. അതാണ്. അപ്പം അവിടെ പ്ലേ ഓഫ് സൗണ്ട്സ് മാത്രമല്ല, പ്ലേ ഓഫ് ഇൻസ്ട്രുമെന്റ്സ് മാത്രമല്ല, ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആ കവിത മാത്രം മതി നമ്മൾ കേട്ടോണ്ടിരിക്കാൻ. ബിക്കോസ് ഇങ്ങനെ നമ്മൾ അറോസ് ചെയ്തുകൊണ്ടിരിക്കും. അതായിരിക്കും എനിക്ക് വാക്കുകളാണ് എന്റെ ശക്തി. എനിക്ക് വാക്കുകളാണ് വ്യത്യാസം. അതാണ് വാക്കുകളുടെ വ്യത്യാസം. അപ്പൊ നമ്മളന്ന് പാടുമ്പോൾ ഇപ്പൊ നമ്മൾ ജയന്തന്റെ കാര്യം എടുത്ത് പറയാറ്. ജയൻകുട്ടൻ പാടുമ്പോഴേ ജയൻകുട്ടൻ ആ വാക്കുകളെ സ്ഫുടത. നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ആയിരുന്നല്ലോ അല്ലേ? അതല്ല, ഞങ്ങൾ ഇരിഞ്ഞാൽക്കുടക്കാരല്ലേ? അതെ അതെ. അല്ല, അപ്പൊ അതിന്റെ അകത്ത് ആ വാക്കുകളുടെ സ്ഫുടത പറയില്ലേ, അത് ഇപ്പൊ കേൾക്കുന്ന പല പാട്ടുകളിലും നമുക്ക് വാക്ക് തിരിയില്ല. ബിക്കോസ് 2 കാര്യമാണ്. ഒന്ന് പാടുന്ന ആള് ഒരു വാക്ക് അത്ര സ്ഫുടത പറയുന്നതാണ്, അതിനേക്കാൾ കൂടുതൽ ഇൻസ്ട്രുമെന്റ്സ് ഓവർലാപ്പ് ചെയ്യും. ഇൻസ്ട്രുമെന്റ്സ് ശബ്ദം കൂടുതലാണ്, ശബ്ദം ഓവർലാപ്പ് ചെയ്ത് പോകും. അപ്പൊ അതുകൊണ്ടാണ് കേൾക്കാൻ പറ്റാത്തത്. ഡോക്ടർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയും. ഇത്രയും പറഞ്ഞുകൊണ്ട് പറയാം. ഞാൻ അന്ന് തൊട്ടുള്ള ഏത് പാട്ട് വേണേ പറയാം. ആദ്യം തൊട്ട് പറഞ്ഞ താമസം എന്തേ വരുവാൻ തൊട്ടും കൊണ്ട് തുടങ്ങാം കേട്ടോ. മാഡത്തിന് ഇഷ്ടപ്പെട്ട പാട്ടായിരിക്കും അത്. ഇഷ്ടപ്പെട്ട പാട്ട് എനിക്ക് പാടിയിട്ടാണ് അബദ്ധം പറ്റിയത്. അങ്ങനെയായിരുന്നോ? അത് എൻ്റെ അപ്പച്ചനൊരു ഡോക്ടറാണ്. ആള് പിറവത്താണ് വർക്ക് ചെയ്യണത്. എൻ്റെ അപ്പച്ചന് ഈ ഓണത്തിന് പോലും ഞങ്ങളുടെ വീട്ടിലേക്ക് 2 മണിക്കൂർ സമയത്തേക്ക് വന്ന് തിരിച്ചു പോയ ഒരാളാണ്. അപ്പോൾ അതൊരു അപ്പച്ചൻ അത്രയും ഡിവോട്ടഡ് ആണ്. പിന്നെ അങ്ങനെ ഒരു അപ്പച്ചനെ കണ്ടു വളർന്നത് കൊണ്ട് കൂടി ആയിരിക്കാം ചിലപ്പോൾ. ഇപ്പം എൻ്റെ മകനുണ്ട്, അവൻ ഇപ്പം 11th സ്റ്റാൻഡേർഡിൽ ഇപ്പം കയറിയതേ ഉള്ളൂ. അവനിപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡ് ഡോക്ടറെ കണ്ടാൽ പറയില്ല കേട്ടോ. സാർ, ഞാനും എൻ്റെ ഹസ്ബൻഡ് നൈറ്റ് ഡ്യൂട്ടീസ് വരും, നൈറ്റ് കോൾസ് വരും. അപ്പോൾ എപ്പോഴും നൈറ്റ് കോൾസ് നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു ഒക്യുപ്പേഷണൽ ഹസാർഡ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മളത് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അവൻ കാണുന്നത് രാത്രിയും രാവിലെയും എണീറ്റ് ഓടി പോകുന്ന പാരൻസിനെയാണ് കാണുന്നത്. അപ്പൊ അതൊരു ഫാക്ടർ ആയതുകൊണ്ടാണെന്ന് പറഞ്ഞുകൂടെ. അറ്റ്ലീസ്റ്റ് ദാറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ഹി ലെഫ്റ്റ് ബയോളജി. പിന്നെ ഒരു വശം കൂടി ഒരു മറുവശം ഉണ്ട്. എങ്ങനെയാണെന്നറിയോ? യു ഗോ ആൻഡ് ആസ്ക് ഇൻ ഐ ടി കമ്പനി പോയിട്ടേ, അല്ല അവിടെയും സ്ട്രെസ് അല്ല ഐ ടി കമ്പനി പോയിട്ട് അവരോട് ചോദിച്ചാൽ മതി. അതായത് ഈവൻ അറ്റ് ദിസ് ഏജ്, my age, ഞാൻ വയസ്സ് പറയുന്നില്ല, at my age I still enjoy the work I am doing. every second of work I am doing. അല്ല ഡോക്ടർ എൻജോയ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഫാമിലിയിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല, യാതൊരു വിഷയം ഉണ്ടായിട്ടില്ല. ഡോക്ടർ വീട്ടിൽ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഡോക്ടേഴ്സ് ഒരു വിഷയം ഉണ്ടായിട്ടില്ല. കാരണം എന്താ വെച്ചാല് വി ഹാഡ് സഫിഷ്യന്റ് ടൈം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മള് മോനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല മോനെ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി. ഈവൻ ഇഫ് ഈസ് എനിവെയർ ഇൻ ദി വേൾഡ് ദെയർസ് എ വേവ് ലെങ്ത് ബിറ്റ്വീൻ യു ആൻഡ് ദി സൺ വിച്ച് ഹസ് ഡെവലപ്ഡ്. അവനെ വിളിച്ചാൽ ദാറ്റ്സ് ഇനഫ്. ആൻഡ് വി സ്പോക്ക് ഫോർ അവർ. ഇപ്പം നമ്മളൊരു സിനിമ കണ്ട ആ സിനിമയെക്കുറിച്ച് തന്നെ കഴിഞ്ഞപ്പം അതല്ല ഉദ്ദേശിച്ചത്. അങ്ങനെ ഇത് പറഞ്ഞില്ലേ, വൈ ദിസ് ചേഞ്ച് ഈസ് ഹാപ്പനിങ് എന്നുള്ളൊരു കാര്യം പറഞ്ഞത് ശരിയാണ്. പക്ഷേ ആ ചേഞ്ചിൽ ഞാനെനിക്കൊരു ഇവിടുത്തെ ടെക്നോ പാർക്കിൽ പോയിട്ട് എനിക്ക് ക്ലാസ് എടുത്തോണ്ടെങ്കിൽ ചോദിച്ചു,
നമ്മുടെ ഏജ് ഗ്രൂപ്പ് എടുത്താൽ ബൈ ദി ഏജ് ഓഫ് 35 or 40 years they are all unhappy. പണ്ട് ഞങ്ങളൊക്കെ ഇറങ്ങിയ ടൊറോണ്ടോ സമയത്തായിരിക്കും മിക്കവാറും ഇറങ്ങുന്ന സമയത്ത് എവരിബഡി വാസ് ജസ്റ്റ് സെയിങ് ദാറ്റ് ഞാൻ ഡോക്ടറായി നമ്മുടെ 5 years അല്ലെ 5.5 years കഴിഞ്ഞ് നമ്മളിവിടെ സ്റ്റൈപ്പൻഡ് വാങ്ങിക്കാതെയും സ്റ്റൈപ്പൻഡ് വാങ്ങി പോസ്റ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അതേ കറസ്പോണ്ടിങ് ആയിട്ട് ക്ലാസ്മേറ്റ് വിസ് എഞ്ചിനീയർ വാസ് ഏണിംഗ് ഇൻ ടേംസ് ഓഫ് മേ ബി ക്ലോസ് ടു ലാക്ക് ഓർ സംതിങ്. മനസ്സിലായില്ലേ? അന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടായി വൈ നമ്മൾ ഈ കിടന്ന് തലകുത്തി നിന്നിട്ട് ഇത്രയൊക്കെ കടന്നു പോയിട്ടും ദേ ആർ മേക്കിംഗ് മണി ആൻഡ് വി ആർ നോട്ട് മേക്കിംഗ് മണി അല്ലെ? ഒരു സമയം ഉണ്ടായിരുന്നു, ഒരു സമയത്ത് ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഞാൻ ഒരിക്കൽ ഇതുപോലെ ഒരു മീറ്റിങ്ങിന് പോയിട്ട് ഞാൻ ആസ്റ്റ് ഈ ഒരു പാർട്ടിൽ വെച്ചുകൊണ്ട് ആരും മെഡിസിന് പോകാതിരിക്കരുത്, ഷുഡ് നോട്ട്, ബിക്കോസ് ദർ ഇസ് എ ഡിഫറൻസ്. ആ ഡിഫറൻസ് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഈ യങ് ആയിട്ട് പോയി ജോയിൻ ചെയ്യുന്ന ഒരാൾ ബൈ ദി ഏജ് ഓഫ് 40-45 years ഈസ് ഫെറ്റിഗ്ഡ്. ഹി സേസ് ഐ വാണ്ട് ടു ലീവ് ദി പ്രൊഫഷൻ ആൻഡ് ഗോ ഫോർ സംതിങ് എൽസ്. എന്താണെന്ന് വെച്ചാൽ ഒരു ആന്ധ്ര ഗേൾ സ്റ്റുഡ് അപ്പ് ആൻഡ് സെഡ്, you know what she said? You are, you mean dealing with people who speak back to you or who share your emotions, whereas we are in front of a machine. പക്ഷെ ഇതൊക്കെ ഡോക്ടർ പറഞ്ഞാലും ഇപ്പൊ ഞാനിപ്പോ ഡോക്ടർ മിനു പറഞ്ഞ പോലെ ഒരുപാട് പേര് പറയാറുണ്ട്, ഈ അച്ഛനും അമ്മയും ഇതുപോലത്തെ ഇത്രയും തിരക്കുള്ള അവസ്ഥയിൽ എനിക്കിനി എന്റെ ജീവിതം അത് വേണ്ടാന്ന് ചിന്തിക്കുന്ന കുട്ടികൾ. ഡോക്ടർ ജോബിന് റിവാർഡ് ഇല്ലാന്ന് നമ്മൾ ഒരിക്കലും റിവാർഡ് ഇല്ലാന്നല്ല, ടൈം ഇല്ലാന്നുള്ളത് ഇറങ്ങുമ്പോ. പക്ഷെ ഡോക്ടർ സമയം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. തിരിഞ്ഞാലേക്ക് എന്താണെന്നറിയോ? യു ടേക്ക് എനി മെഡിക്കൽ കോളേജ് ഇൻ ഇന്ത്യ നൗ, ഗേൾസാ കൂടുതൽ. യു ടേക്ക് എനിവെയർ 80 to 20%. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഹാർഡ്ലി വി ഹാഡ് ഓൺലി 15-20 ഗേൾസ് ഇൻ എ ബാച്ച് ഓഫ് 100. ബോയ്സ് ആണ് മുഴുവൻ. വൈ ദിസ് ഇസ് ഹാപ്പനിങ് ഇസ് ബിക്കോസ് നമ്മുടെ ഔട്ട്ലുക്ക് ടുവേർഡ്സ് ദി പ്രൊഫഷൻ ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട്. അതുകൊണ്ടാണ് ആ ഒരു ഇത് ചെയ്യുന്നത്. അപ്പം നെക്സ്റ്റ് യു ക്യാൻ സീ ദാറ്റ് നൗ ഇപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഞാനൊരിക്കൽ ഇതുപോലെ നമ്മുടെ കണ്ണൂർ അപ്പുറത്തൊരു പെരിഫറിയിലാണ് ഒരു കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയി. ക്ലാസ് എടുക്കാൻ പോയിക്കൊണ്ടിരിക്കും കംപ്ലീറ്റ് ഗേൾസാണ്, ആകെ 3-4 ബോയ്സേ ഉള്ളൂ. ഞാൻ ചോദിച്ചു വൈ എനിക്കൂടെ ബോയ്സ് എന്ന്. ഒരു പറഞ്ഞു ബോയ്സൊക്കെ +2 കഴിഞ്ഞാൽ ദേ ഓൾ ആർ മൂവിങ് ഔട്ട് ഓഫ് ദി കൺട്രി, IT അല്ലെങ്കിൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകും. And they go and work somewhere else, earn money and study, and they are not interested in continuing this profession at all here, anywhere here. അപ്പോൾ ഇങ്ങനെ കുറേ ഫാക്ടേഴ്സ് അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അത് അടുത്ത ജനറേഷൻ ഇസ് ഗോയിങ് ടു ബി മച്ച് മോർ ഡിഫറെൻറ്റ് ഫ്രം യു, ഫ്രം ദിസ് പ്രൊഫഷൻ. ബിക്കോസ് നിങ്ങളെ നമുക്ക് ആളെ തപ്പിയെടുക്കേണ്ടി വരും ഡോക്ടേഴ്സിനെ കിട്ടണമെങ്കിൽ among males, I am telling, because they all think that there is a fast way of human picking up in life. പക്ഷേ at the end of the day എന്തെന്നറിയോ? Even at the age of 70 you are happily working and enjoying the profession. അത് ഈ ഒരു ജോലിയിലേ ഉള്ളൂ. അല്ല, ഞാൻ ഈ നിങ്ങൾ 2 ഡോക്ടർമാരെ പറ്റി ഒരു കഥ കേട്ടിരിക്കുന്നതേ, ഡോക്ടർ ഷോണ് ഒരുപാട് നേരം സർജറിക്കൊക്കെ സമയമെടുക്കും. അപ്പോൾ 10-14 മണിക്കൂറൊക്കെ ഇല്ലേ ഡോക്ടർ? 14 മണിക്കൂറൊക്കെ സർജറി കഴിഞ്ഞിട്ട് വളരെ ക്ഷീണിതനായി തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഡോക്ടർ ഗംഗാരൻ എന്താ പറയാ 100ാമത്തെ പേഷ്യന്റിനെ നോക്കിയിട്ട് പുറത്തേക്ക് വരുമ്പോ ഞാൻ അതാ പറഞ്ഞത്. ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ 2014 സത്യമാണ്. അപ്പൊ ഞാൻ കേട്ട കഥ. അതെ. അപ്പോ കഥയല്ല സത്യം. അപ്പൊ ഞാനൊരു 12 മണി 1 മണിയായപ്പോ സർജറി ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരാം. അപ്പൊ സാർ OP കഴിഞ്ഞ് ഇറങ്ങി വരാം. അപ്പൊ സാർ പറഞ്ഞു രാത്രി 1 മണിക്ക്. രാത്രി 1 മണി. അപ്പൊ സാർ നിങ്ങളെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. എനിക്ക് മനസ്സിലായി. അങ്ങനെയല്ല സംഭവം. അല്ല, സംഭവം എന്നറിയോ, ഡോക്ടർ രാത്രി 1 മണി വരെ പേഷ്യന്റിനെ നോക്കുന്നു, ചികിത്സിക്കുന്നു, കാര്യങ്ങള്. ഇതുപോലെ ഒരാൾ ഇനിയും ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ. എനിക്കൊരു കൂട്ടുണ്ടെന്നാണ് ഡോക്ടർ കരുതുന്നത്. 2 വ്യത്യാസങ്ങളുണ്ട്. ഞാൻ ഐ നെവർ യൂസ് ദി വേർഡ് ക്ലയന്റ്. ദിസ് മൈ ക്ലയന്റ് ഞാൻ പറയാറില്ല. ക്ലയന്റ് പറയാറില്ല. ദാറ്റ്സ് നമ്പർ 1. I don't agree to call anyone by number. നമുക്ക് ടോക്കൺ വെച്ചിട്ട് വേണം വിളിക്കാന്ന് പറയാം. നമ്പർ 1 വരിക, നമ്പർ 2 വരിക, നമ്പർ 3 വരിക. അതായത് ഇഫ് ഐ ആം ഗോയിങ് ടു ടെൽ ദാറ്റ് ഷോണിന്റെ നമ്പർ 1, ഷോണിനെ ഞാൻ വിളിക്കുന്നത് 1 എന്ന് വിളിക്കുന്നതായിട്ട് നല്ല വ്യത്യാസമുണ്ട്. സ്റ്റാർട്ട് ഫ്രം ദാറ്റ് ലെവൽ. മനസ്സിലായി? അപ്പൊ ഞാൻ അതുമില്ല. അത് മാത്രമല്ല, ഈ അസോസിയേഷൻ പറഞ്ഞിട്ട് നിങ്ങൾ പറയാം ഇന്നസെന്റ് വരുമല്ലോ, ഇന്നസെന്റ് OP വരും. ഇന്നസെന്റ് OP വന്നാൽ ഞങ്ങൾ ചെയ്യുന്നത് ഇന്നസെന്റ് കൊണ്ട് ഒരു സിനിമയുടെ ഡയലോഗ് പറയിക്കും 5 മിനിറ്റ്. ഞങ്ങളെല്ലാവരും ഇരിക്കുക. ആൻഡ്
വാട്ട് വി ഗെറ്റ് ബാക്ക് ഈസ് ദാറ്റ് ഈ പറഞ്ഞ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന പോലത്തെയാണ്. ഒരു കുട്ടി വന്നിരുന്ന കുട്ടി പാട്ട് പാടുന്ന കുട്ടിയായി, നമുക്കറിയാം പാട്ട് പാടുന്ന കുട്ടിയായിരിക്കും. വിൽ ആസ്ക് ടു സിംഗ് 4 lines. മനസ്സിലായില്ല? അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. അതേപോലെ തന്നെ ഇതേപോലെ മറുവശം ഉണ്ടായിരുന്നു. നമുക്കൊരു പേഷ്യന്റ് അദ്ദേഹം VS ഭയങ്കര ആരാധന. അപ്പൊ ഞങ്ങളെ ഹെൽത്ത് വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പൊ അദ്ദേഹം വരും, റൂമിൽ കയറി വന്നാൽ അപ്പോൾ ഞങ്ങൾക്ക് റിലാക്സേഷൻ, ഞങ്ങൾക്ക് എല്ലാവരും പേനയൊക്കെ മേടിച്ച് ഞങ്ങൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങൾ പറയും, കഴിഞ്ഞ ആഴ്ച US പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ അത് മഹാബോറായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടത് അദ്ദേഹത്തിന്റെ പ്രസംഗമാണ്. അദ്ദേഹം ചാടി കഴിഞ്ഞിട്ട് നിങ്ങളൊക്കെ ഭൂഷകളാണ്, മനസ്സിലായില്ലേ? ഒരു 10 മിനിറ്റ് അങ്ങനെ നിന്ന് നമ്മൾ തകർക്കും. അപ്പൊ ഇങ്ങനെ വൈഫിനെ അറിയാം, നമ്മൾ കേൾക്കാൻ വേണ്ടി മാത്രമായിട്ട് പറയുന്നത്, അവരാണ് തിരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇദ്ദേഹം ആ 10 മിനിറ്റ് നമ്മളെ ഫ്ലാറ്റ് ആക്കും. ആ ഒരു 10 മിനിറ്റ് കിട്ടുന്ന ഒരു രസമുണ്ട്. ആ രസം മതി അടുത്തൊരു 1 മണിക്കൂർ പേഷ്യന്റിനെ കാണാനായിട്ട്. ഡോക്ടർ ഈ പറഞ്ഞ കാര്യേ, നിങ്ങൾ ശൈലേഷ ഈ പറഞ്ഞ മനഃശാസ്ത്രജ്ഞരുടെ പണിയാട്ടോ അവിടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ബുദ്ധിപൂർവ്വം ആ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നീ പറഞ്ഞ നമ്മൾ പഠിക്കാത്ത ഫീൽഡാണെങ്കിൽ പോലും എൻ്റെ കൺസെപ്റ്റ് ഡിഫറെൻ്റാ. കൺസെപ്റ്റ് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ് റിഗാർഡിങ് ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പ്. ആൻഡ് അത് മാത്രമല്ല, ഇപ്പം ഞങ്ങൾ ക്യാൻസർ പേഷ്യൻ്റ് ഞങ്ങൾ ഒരു കാര്യം എടുത്തെടുത്ത് പറയുന്നത് വെച്ചാൽ, ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോയി തിരിച്ചു വന്ന ഒരാളെ നമ്മൾ വി നെവർ വാണ്ട് ടു ടെൽ ദം ആസ് പേഷ്യൻസ്. ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല ഡോക്ടർ. പേഷ്യന്റ് ഡോക്ടർ ബോണ്ടിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ ഡോക്ടർക്ക് ഒരു പേഷ്യന്റ് പിന്നീട് സുഹൃത്തായി മാറിയിട്ടുണ്ടോ? എല്ലാവരും സുഹൃത്തുക്കളായിട്ടുണ്ടോ? ഇപ്പൊ എന്റെ പറഞ്ഞുതരാം. സിദ്ധാർത്ഥ് ശിവല്ലേ? അതെ, സിദ്ധു സിദ്ധു എന്റെ കൂടെ ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ വന്നു പോയെന്ന് പറഞ്ഞ പേഷ്യന്റ് ഉണ്ട്. ഈ പറഞ്ഞ മാരേജ് കഴിഞ്ഞ പോയ കുട്ടിയില്ലേ, ആ കുട്ടി അപ്പൊ എനിക്ക് തോന്നുന്നത് സുഹൃത്ത് മാത്രല്ല, നിർവചിക്കാൻ പറ്റാത്ത പല പല ബന്ധങ്ങളുടെ കൊണോട്ടേഷൻസ് മാറിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രോബ്ലി ഫാമിലി പാർട്ട് വേറെ ഉണ്ട്, ദാറ്റ്സ് എ ഡിഫറെന്റ് സ്റ്റോറി. പക്ഷെ അതല്ലാതെ നമുക്ക് ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയ സുഖം എന്ന് പറയുന്നത് ദ ടൈം യു സ്പെൻഡ് വിത്ത് ദം. സാർ, ഈ സുഹൃത്തുക്കള് സാറിനെ കാണാൻ വരുമ്പോഴും കാണാൻ വരുന്ന അവർക്ക് സാർ ടോക്കൺ ഇട്ടിട്ട് തന്നെയാണോ പേഷ്യൻസിനെ എങ്ങനെ വരുന്നവര്? ഐ മീൻ സാർ പറഞ്ഞു 1 2 3 4 എന്നിട്ടാണ് അവർക്ക് ഒരു എക്സ്പെക്ടേഷനും ഇല്ല. ഇല്ല, അങ്ങനെ എക്സ്പെക്ടേഷനോടെ വരുന്ന രാഷ്ട്രീയക്കാർ മാത്രമേ ഉള്ളൂ. മാത്രമല്ല എക്സ്പെക്ടേഷൻ വരുന്നത്. ബാക്കി ഒരാളും ഈവൻ ഇൻക്ലൂഡിങ് ദി ഹൈറാർക്കിയിൽ വരുന്ന ഒരു ജഡ്ജ് പോലും അങ്ങനെ വരില്ല. ദേ ഡോണ്ട് കം. രാഷ്ട്രീയം അങ്ങനെയല്ല. ഇപ്പം ഞാൻ ഇന്ന സ്ഥലത്തെ പ്രസിഡന്റിന്റെ കൂടെ നടക്കുന്ന ആളാന്ന് പറഞ്ഞുകൊണ്ടൊക്കെ വരുന്ന ആൾക്കാരായിരിക്കും. അപ്പം അങ്ങനത്തെ ആ റിലേഷൻ നൺ ഓഫ് ദം കം ഫോർ എ ഡിമാൻഡ് സെയിങ് ദാറ്റ് ഐ ഹാവ് ടു ബി സീൻ ഫസ്റ്റ്. ആ സീൻ ഫസ്റ്റ് വരുന്നതൊക്കെ ഞാൻ ഈ പറയുന്ന ടിക്കറ്റായിട്ട് വരുന്ന ആൾക്കാരായിരിക്കും. ടിക്കറ്റ് പിടിച്ച് നിൽക്കുന്ന ആൾക്കാരെ, ട്രെയിനിൽ വരുന്ന ആൾക്കാരെ, ബാക്കി ആരും വരില്ല. എന്താ പറയുക, ഞാനത് പറയാം, ഞാൻ വേറെ ഡിഫറെൻറ്റ് പ്ലെയിനിൽ ഞാനായിരുന്നു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ഇവിടുന്ന് ഇഫ് ഐ ഗോ ടു കാലിക്കറ്റ്, ഷൊർണൂർ തൊട്ട് എനിക്ക് നമ്മളത് ദുബായ് പോയത്, ദുബായ്. അതാരും എന്നോട് എൻ്റെ പവർ പൊസിഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല. ജസ്റ്റ് ബിക്കോസ് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, പ്രൊഫഷണൽ അതല്ല, ഡിഫറെന്റ് ലെവലാ. ദേ റിയലി ലവ് യു, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ദേ റിയലി ലവ് യു. നമുക്ക് നമ്മൾ എങ്ങനെ കൊടുക്കുന്നോ അതേക്കാൾ കൂടുതൽ റെസിപ്രോക്കേറ്റ് ആയി കിട്ടും. അതാ ഇപ്പൊ ഈ പറഞ്ഞ പോലെ പേഷ്യന്റ് ഡോക്ടർ റിലേഷൻഷിപ്പ് എനിക്കും അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം നമ്മളെപ്പോഴും അവര് നമ്മളെന്ന് പറയുന്ന ഒന്നില്ല, നമ്മളെ തന്നെയാണ് മനസ്സിലാക്കുക. എന്നെ സ്കൂളിൽ വെച്ചിട്ട് എൻ്റെ അടുത്ത് എൻ്റെ ഹെഡ് മാസ്റ്റർ പറഞ്ഞിട്ടുള്ളത്, അന്ന് പുള്ളി ഇങ്ങനെ പറഞ്ഞു, നമ്മൾ ഫൈനലി ഹൂ ആർ യു എന്നാണ് മനസ്സിലാക്കുന്നത്. അന്ന് എനിക്ക് അത്രയ്ക്കൊന്നും അത് കത്തിയില്ല. പക്ഷേ ഓരോ പീരീഡ് ഓഫ് ടൈം നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ നമ്മളെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ വരുന്ന ഓരോ പേഷ്യന്റിന്
പേഷ്യന്റിൽ കൂടെ നമ്മളെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ഞാനിപ്പം നോക്കുമ്പം ഇവിടെ ഇൻഡിപെൻഡന്റ് ആയി ജോലി ചെയ്യുമ്പോഴാണ് കൂടുതൽ അതറിയാം. കാരണം നമ്മൾ ഈ പേഷ്യൻസിന്റെ ഫോളോ അപ്പ് ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളോടൊപ്പം വളരുകയും അവരുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലൂടെയും പോകുന്ന ആളുകളെ കാണുന്നത്. പെർഫെക്റ്റ്ലി റൈറ്റ്. ഞാൻ പറഞ്ഞു ഇവരൊക്കെ ഇതൊക്കെ വരുന്നുള്ളൂ, ആശയിലേക്ക് വരുന്നേ ഉള്ളൂ. നമ്മുടെ മുമ്പിൽ കൂടെ നമ്മൾ വളരുന്ന പോലെ തന്നെ വളർന്ന് നമ്മളെക്കാൾ മുകളിലേക്ക് പോകുന്ന ഇഷ്ടംപോലെ പേഷ്യൻ്റ് കാണും. മച്ച് മോർ. അപ്പൊ അവിടെ കിട്ടുന്ന ഒരു സന്തോഷം, ആ സന്തോഷത്തിൽ അവരാരും നമ്മളെ ഇട്ടിട്ട് ഓടിപ്പോകുന്ന ആൾക്കാരല്ല. ഹാപ്പി. പക്ഷെ നമുക്ക് അത് നമ്പർ കുറഞ്ഞു വരിക. ഞാനൊരു അനുഭവം പറയാം. എൻ്റെ ഒരു അടുത്ത ഫ്രണ്ട്, ഷീസ് എ സൈക്യാട്രിസ്റ്റ്. ഞങ്ങൾ ഹിമാലയത്തിൽ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു രഞ്ജിനി പോകുമ്പോൾ എനിക്കും കൂടെ വരണം. എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് സൈക്യാട്രിസ്റ്റ് ആട്ടോ പറഞ്ഞ് അവസാനം ഞാൻ പറഞ്ഞു ഒരിക്കലും ഡയനയ്ക്ക് സമയം കിട്ടില്ല, വരാൻ പറ്റില്ല. ഇല്ല, ഞാൻ വരും, ഉറപ്പായിട്ട് വരും. സത്യം പറഞ്ഞാൽ ആ യാത്രയിൽ ഉടനീളം ഇവർക്ക് ഇങ്ങനെ ഫോൺ വരിക തന്നെ. ഡോക്ടർ ലീവ് എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടുന്ന്. പക്ഷെ ഫോൺ വന്ന് അവസാനം ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നു ഡോക്ടറെ, ഇങ്ങനെയാണെങ്കിൽ ഇത് ഈ അവധി ആഘോഷിക്കേണ്ടായിരുന്നു, നമുക്ക് യാത്ര ചെയ്യും. കംപ്ലീറ്റ്ലി ഇങ്ങനെയായിരുന്നു. അപ്പോൾ ആ അവസ്ഥയാണ് പലപ്പോഴും ഡോക്ടർമാർക്ക് ഉണ്ടാവുന്നതെന്നുള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, വെക്കേഷൻ എടുക്കാറുണ്ടോ? വെക്കേഷൻ എടുക്കുമ്പോൾ എന്താ ചെയ്യുക? വെക്കേഷൻ എടുക്കാറുണ്ട്. അത് സമയത്ത് ഞാൻ ഹോസ്പിറ്റൽ കോൾസ് ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല. കാരണം ഞങ്ങൾ 3 ന്യൂറോളജിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരാളില്ലെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ പോലെ എ ഇല്ലെങ്കിൽ ബി, അത് പേഷ്യന്റിന് അതാണെങ്കിൽ എ, ഇഫ് എ ഇസ് നോട്ട് ദർ ബി. പക്ഷെ എങ്കിലും ചിലർക്ക് ഡോക്ടർ മിനുവിനെ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ദേ ഹാവ് ടു വെയിറ്റ്. അല്ലെങ്കിൽ അർജന്റ് സിറ്റുവേഷൻ ആണെങ്കിൽ ദേ ഹാവ് ടു ഗോ ടു അതർ ഡോക്ടർ. കാരണം നമുക്കും ഒരു പേഴ്സണൽ ലൈഫ് ഉണ്ട്, ഒരു ഫാമിലി ലൈഫ് ഉണ്ട്, ഒരു മീ ടൈം ഉണ്ട്. അതാണ് ബാലൻസ്. നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ചിലർക്ക് എങ്ങനെയാന്ന് വെച്ചാൽ പേഷ്യൻസിനെ കാണുന്നതായിരിക്കും സന്തോഷം, അവരുടെ മീ ടൈം അതായിരിക്കും. അത് ഡ്യൂ റെസ്പെക്റ്റോടെ തന്നെ. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. നമുക്കും വേണം ഒരു സമയം. അപ്പൊ എൻ്റെ സമയം എനിക്ക് ട്രാവൽ ചെയ്ത് സന്തോഷിക്കാനുള്ളതായിരിക്കും. സ്ഥലങ്ങൾ കാണാനും ഹിസ്റ്റോറിക്കൽ പ്ലേസസ് കാണാൻ. എനിക്ക് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോകാൻ ഇഷ്ടമാണ്. അത് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ അതിനുള്ള ഫിസിക് ഇപ്പം എനിക്കില്ല. അപ്പൊ അത് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് സാധിക്കില്ല, ശ്രമിച്ചു നോക്കാം. അതെ, ഈ ഓപ്ഷൻസ് ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ശൈലേഷയുടെ കാര്യത്തിൽ. ബിക്കോസ് യു റൺ യുവർ ഓൺ ക്ലിനിക്. മറ്റൊരു ആള് അവിടെ ഇല്ല. അപ്പൊ പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ, ഇതേപോലെയുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ ശൈലേഷ എനിക്ക് കൃത്യമായിട്ടുള്ള അവധികളുണ്ട്. ജീവൻ മരണ പ്രശ്നമൊന്നും അല്ലല്ലോ. ഒന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ അല്ല, അതിപ്പോ മെനു പറഞ്ഞില്ലേ, എല്ലാവരും റീപ്ലേസബിൾ ആണ്. ഇപ്പം ഒരാളെ അവര് ആശ്രയിക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ എന്തായാലും അവർ അടുത്ത ഓപ്ഷൻ നോക്കും. നമ്മൾ ആരും ഇൻഡിസ്പെൻസിബിൾ ഒന്നും അല്ലല്ലോ. ഇവര് രണ്ടുപേരും അങ്ങനെ ഒരു രീതിയിലാണ് പറയണേ. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഇൻഡിസ്പെൻസിബിൾ ആണെന്നാണ് പറഞ്ഞത്. എന്താണെന്നറിയോ, അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു പേഷ്യൻ്റ് ആവണം. വെൻ യു ആർ എ പേഷ്യന്റ്, then you will realize the importance of this. എന്തായാലും അത് ഡിബേറ്റ്ഫുൾ ആണ്, ടോപ്പിക് ഡിബേറ്റ്ഫുൾ ആണ്. ഞാൻ കാർഡിയക് പേഷ്യന്റ്, എനിക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്തത് സിബിയ, മനസ്സിലായില്ലേ? എനിക്ക് ഐ ഫീൽ ഓൾ മൈ ദീസ് പ്രോബ്ലംസ്, ഐ വിൽ ഹാപ്പി ഇഫ് സിബി ഇസ് ദെയർ ടു ഗോ ആൻഡ് ടോക്ക് ടു ഹിം ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് എ ഡോക്ടർ. ഇപ്പൊ സിബി ഇല്ല, അവിടെ ആനന്ദ് എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, അല്ലാതൊന്നുമില്ല. പക്ഷേ നമുക്കൊരു there's a bond which your doctor is your doctor അല്ലേ? അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മള് തെറ്റായ പോലത്തെ പല കാര്യങ്ങളും നമ്മള് മനസ്സിലാക്കുന്നത് when you are in the ICU as a patient. അതെ, ഒരു പേഷ്യൻ്റായിട്ട് നമ്മൾ ICU കിടക്കുന്ന സമയത്ത് then you realize that whatever your thought process was not right, it's wrong. ഇത് രണ്ടും അപ്പം ഞാൻ ഒരിക്കൽ എഴുതിയിട്ടുണ്ട്. അതായത് ഡോക്ടർക്ക് എന്തായാലും കുറച്ച് കാലെങ്കിലും ഒരു ICUവിൽ പേഷ്യൻ്റായിട്ട് കിടക്കുന്നത് നല്ലതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ യു റിയലൈസ് ആസ് ടു വാട്ട് എക്സാമ്പിൾ. നമ്മൾ പലപ്പോഴും ICU പോയിട്ട് നമ്മുടെ ഒരു സിസ്റ്റർ നമ്മൾ ചിലപ്പോൾ ഫയർ ചെയ്യും, അതെ, saying that you are not doing it. പക്ഷേ the day she has spent that or the night she has spent in the ICU എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് പേഷ്യന്റിനും അങ്ങനെയാ ഡോക്ടറെ. ഒരു ദിവസം ICUവിൽ ഞാൻ കിടന്നിട്ടുണ്ട്. ഒരു ദിവസമെങ്കിലും ICUവിൽ കിടന്നു കഴിഞ്ഞാൽ യു റിയലൈസ് എന്താണ് ജീവിതം. ഞാൻ ശരിക്കും സഫർ ചെയ്തുകൊണ്ട് അറിഞ്ഞാണ് പറഞ്ഞത്. അപ്പം ഞാൻ പക്ഷെ എനിക്കെന്തറിയാം, ഇപ്പം നമ്മൾ യു ഫീൽ ദാറ്റ് സിബിയോണ്ടെങ്കിൽ യു ഫീൽ ലൈക്ക് അത് തെറ്റാണോ ശരിയാണെന്നല്ല, ദറ്റ്സ് എ കോൺഫിഡൻസ്. ഇപ്പം ഷോണിൻ്റെ അടുത്ത് ഞാനൊരു പേഷ്യൻറ്റിനെ വിടുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഷോൺ, അതായത് പേഷ്യൻറ്റിന് കോൺഫിഡൻറ്റ് ഷോൺ അവിടെ ഉണ്ടെങ്കിൽ അത് ഷോണിനെക്കാളും ചിലപ്പോൾ നന്നായിട്ട് ചെയ്യുന്ന ആളപ്പുറത്തുണ്ടോ ഇല്ലെന്നുള്ളതല്ല. പക്ഷേ ആ ഒരു ബോണ്ടുണ്ട്, ദെയർ എ ബോണ്ട്. ആ ഒരു ബോണ്ട് ഒരു സംശയമില്ല. കാരണം ആ ബോണ്ട് ഈസ് സംതിങ് വിച്ച് ഇസ് ദെയർ. അതിന് ഞാൻ മറിച്ച് ചിന്തിക്കാം, ഷോണിന് ചിന്തിക്കാം, ഞാൻ വേണമെങ്കിലും ഞാനില്ലെങ്കിൽ ഒരാൾ ചെയ്യുമല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ആർ റൈറ്റ്, യുവർ പാർട്ടി ഈസ് റൈറ്റ്.
പക്ഷേ പേഷ്യൻ്റ് പാർട്ടിൽ പേഷ്യൻ്റ് റൈറ്റ് ആയിക്കോണമെന്നില്ല. പേഷ്യൻ്റ് പാർട്ടിൽ വെൻ യു ആർ എ പേഷ്യൻ്റ് ദെൻ യു ഫീൽ തീർച്ചയായും ഇത് ഇപ്പൊ ഞാനൊരു പേഷ്യന്റെ റോളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ എനിക്കറിയാം, ഞാൻ എന്താണ് റെനെ മെഡിസിറ്റിയിൽ ചെന്ന് കഴിഞ്ഞാൽ വേറെയും 2 ന്യൂറോളജിസ്റ്റ് അവിടെ ഉണ്ട്. പക്ഷേ അവർ ചിലപ്പോൾ ഡോക്ടർ മിനുവിനേക്കാളും മിടുക്കരോ സീനിയറോ ആയിട്ടുള്ളവരോ ഒക്കെ ആയിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ മിനു ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് സമാധാനം. പക്ഷെ ഞാനൊരു 2 വിസിറ്റിന് ഇല്ലെങ്കിലോ അല്ല, മേ ബി ഐ മേ വെയിറ്റ് ഫോർ യു ആയിരിക്കും, ഓട്ടോമാറ്റിക്കലി I may wait for you. ഒരു പോയിന്റ് മാത്രമേ ഞാനും അവിടെ വ്യത്യാസം എന്താ വെച്ചാല് ഈ പറഞ്ഞ ആസ് എ ഡോക്ടർ ഐ നോ ഐ എം നോട്ട് ഇൻവിറ്റബിൾ അല്ല. But for the patient, അതെന്താ തുടങ്ങുമ്പോഴേ പേഷ്യന്റ് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞില്ലേ, പ്രാർത്ഥിക്കുമ്പോൾ പേഷ്യന്റ് പറയുന്നത് വേറെ ഡോക്ടർ വേണം, ഡോക്ടറെ പോലെ വേറെ ഡോക്ടർ വേണമെന്നാണ്. ആ പ്രയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആ പ്രയർ. ഐ വാണ്ട് എക്സ് ഓർ വൈ എന്നൊക്കെ അത് ഞാൻ വലിയ ആളായതുകൊണ്ടൊന്നുമല്ല. ഇപ്പം നമ്മൾ ഇറ്റ്സ് നോട്ട് സംതിങ് ബിക്കോസ് യു ആർ ഗ്രേറ്റ്. ഇറ്റ്സ് ആക്ച്വലി നമുക്കൊരു ബോണ്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് ആ ബോണ്ടാണ് ശരിക്കും ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് കീപ് യു ഗോയിങ് ആസ് വെൽ as he going. ബോണ്ട് ഷുഡ് ബി there sir, but ബോണ്ടിന് ഒരു there should be a demarcation. അതിന്റെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഇപ്പം ഡോക്ടർ മിനു ഇല്ലെങ്കിൽ വേറൊരു ന്യൂറോളജിസ്റ്റ് അങ്ങനെയല്ലേ, നമ്മളൊക്കെ പൊതുവെ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു കുറച്ചൊരു ടീം സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ നമ്മൾ പേഷ്യൻസ് പൊതുവെ എപ്പോഴും നമ്മളെ തന്നെ ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്യുന്നില്ല. നമ്മുടെ ടീമിലുള്ള ആളുകളുണ്ടല്ലോ, അപ്പം ടീം എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ടീമിലെ they all feel that he is also part of the team. അതാണ് അപ്പോൾ ഒരു. പക്ഷെ എങ്കിൽ പോലും എനിക്ക് ഡോക്ടർ ഒരു കോമൺ മാൻസ് ആംഗിളിൽ നിന്നുകൊണ്ട് ഞാൻ നമ്മളെ പോലെയുള്ള ഒരു സാധാരണക്കാർ ചിന്തിക്കുമ്പോൾ എന്ത് ഡോക്ടറുടെ പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ഒരു ടീമുണ്ട്, ഒരാൾ അല്ലെങ്കിൽ മറ്റൊരാൾ ഉണ്ട് നോക്കാൻ. പക്ഷെ പേഷ്യന്റിന്റെ ഭാഗത്തു നിന്ന് എത്ര വലിയ ടീം അവിടെ ഉണ്ടെന്നാലും എന്നെ നോക്കിയ ഡോക്ടർ തന്നെ എന്നെ നോക്കണം, എന്നെ രക്ഷപ്പെടുത്തിയ ഡോക്ടർ തന്നെ എന്നെ രക്ഷപ്പെടുത്തണം, അങ്ങനെ ചിന്തിക്കും. അല്ല, അങ്ങനെ വിളിക്കുന്ന ഒരു പേഷ്യന്റിന് ശരിക്കും ആവശ്യം ഉണ്ടാവും എന്ന് ഞാൻ കരുതാറുണ്ട്. അതായത് നമ്മുടെ ടീമിൽ ഇത്ര പേര്, കാരണം പേഷ്യൻസിന് ഒരു കോമൺ അതാണ് ദാറ്റ്സ് എ ബോണ്ട്. അതാണ് നമ്മുടെ ബോണ്ട് സാധനം എപ്പോഴും അതാണ്. അവർക്ക് അത് ആവശ്യമുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞിട്ട്, ഞാൻ കോവിഡ് വന്നിട്ട് ഒരു ബാഡ് സ്റ്റേജിൽ പറഞ്ഞു ICUലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ സമയത്ത് നമ്മുടെ ക്ലയൻസ് നമ്മുടെ നക്ഷത്രം എന്താന്ന് ചോദിക്കുന്നു, അവര് പുഷ്പാഞ്ജലി കഴിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് മെഴുതിരി എത്തിക്കുന്നു, ഇതിന്റെ ഫോട്ടോസ് നമുക്ക് അയച്ചു തരുന്നു. ഇങ്ങനൊരു സാധനം ഉണ്ട്, അതിന് എല്ലാ റെസ്പെക്റ്റും കൊടുക്കുന്നു. പക്ഷെ അതേസമയം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ഡെത്ത് ഖറാനാസിനെ പറ്റിയിട്ട് വാരാണസിയിലുള്ള ഒരു ഡോക്യുമെന്ററി കാണാനിടയായി, നാഷണൽ ജിയോഗ്രഫി ചെയ്തേ. അതായത് മരിക്കാൻ സമയമാകുമ്പോൾ അവിടെ വന്ന് താമസിച്ചിട്ട് അവിടെ അവർ മരണം, പിന്നെ അവിടെ നിന്ന് മോക്ഷം എന്നുള്ള ഒരു വിശ്വാസത്തിൽ വരുന്ന ആൾക്കാർ. അപ്പോൾ അവരുടെ ഇന്റർവ്യൂവിൽ പറയുന്നത് അവർ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്തിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ആ ജേർണലിസ്റ്റ് ചോദിച്ചത്. അപ്പോൾ അവരെല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ളത്, പല ഭാഷയിൽ പല രൂപത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ റിഗ്രറ്റ് ചെയ്തത് ഞങ്ങൾ ഫാമിലിക്ക് കൊടുക്കാതിരുന്ന സമയം, ഞങ്ങൾ ഉണ്ടാക്കേണ്ടിയിരുന്ന ബന്ധങ്ങൾ, നമുക്ക് കിട്ടേണ്ടിയിരുന്ന വാംത്ത്. നമ്മളെല്ലാവരും ജോലിയിലും പൈസയിലും ഫോക്കസ്ഡ് ആയിരുന്നു. അപ്പോൾ ഇതൊരു പല ആൾക്കാർക്ക് പല പേഴ്സ്പെക്റ്റീവില്ലേ, അങ്ങനെ ഒരു ബാലൻസ് ഇതിലുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയേക്കുന്നത്. പക്ഷെ ബാലൻസ് ഇതെല്ലാം ഉണ്ട്. ഇപ്പൊ എൻ്റെ ലൈഫില് ഞാൻ എടുക്കുകയാണെങ്കിൽ ഇതെല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. എന്താണെന്നറിയോ, എനിക്ക് തോന്നി എന്താ വെച്ചാൽ ഈ പ്രൊഫഷനും ലൈഫും ബാലൻസ് എന്ന് പറയുന്നത് ഇല്ല, ഞാൻ പറയുന്നില്ല. വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് പലർക്കും പല രീതിയിലാണ്. അപ്പൊ ഇതിലിപ്പോ ഞാനിപ്പോ സാറിനെ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുമ്പോഴേ നമ്മൾ കറക്റ്റ് രണ്ടായിട്ട് കാണില്ലേ. എനിക്ക് പേഴ്സണലി തോന്നിയ വർക്ക് നമ്മുടെ ലൈഫ് കൂടാണ്ട് നമ്മളൊരു പേഴ്സണും കൂടി ഉണ്ട്, മൂന്നെണ്ണം ഉണ്ട്. അതിൽ ആ മൂന്നാമത്താണ് ഏറ്റവും സഫർ ചെയ്യാറുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ കുഴപ്പമില്ല, ആ സഫറിക്ക് നമുക്ക് എടുക്കാം. അല്ല, ഏതിലാണോ നമ്മുടെ എൻജോയ്മെന്റ്, അതാണ് ദാറ്റ് മാറ്റേഴ്സ്. എന്തിനാണ് സന്തോഷം? ഞാൻ പറയാറ് യു കനോട്ട് ഡ്രോ എ കംപ്ലീറ്റ് ലൈൻ ടു സെപ്പറേറ്റ് ഓൾ ദി ത്രീ. ടോട്ടലി ഡിമാർക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ പ്രയോറിറ്റീസ് എല്ലാം ഡിമാർക്കേറ്റ്. ഇപ്പൊ ഞാനിപ്പോ യു ആസ്ക് മീ വാട്ട് ഓൾ ഈസ് യുവർ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആർ യു അച്ചീവിങ്, ഞാൻ പറഞ്ഞു ഞാൻ അച്ചീവ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയൊക്കെ ഞാൻ അച്ചീവ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഞാൻ ഇപ്പം ഷോൺ പറഞ്ഞാൽ ഞാൻ ശനിയാഴ്ച കണ്ണൂർ പോകുന്നു. ബിക്കോസ് ഐ ഗോട്ട് ഇൻട്രസ്റ്റ് ഫോർ റീഡിങ് ബുക്സ് ആൻഡ് കമന്റിങ് അബൌട്ട് ബുക്സ്. ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ ഐ ക്യാൻ അഡ്ജസ്റ്റ് ആൻഡ് കം ബാക്ക്. അടുത്ത ദിവസം രാവിലെ എനിക്ക് ഇവിടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഐ മേ ഹാവ് സം അതർ ഓപ്ഷൻ. എനിക്ക് വേറെ മീറ്റിങ്ങിന് പോകേണ്ട ആവശ്യം പോവും. പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നത് നമുക്ക് ബാലൻസിങ്ങിൽ ഈ പറഞ്ഞ പോലെ
ഇതെല്ലാം ഫാമിലി ലൈഫിലേക്ക് ഞാൻ ഐ എം വെരി ഹാപ്പി ഫാമിലി മാൻ. എനിക്ക് ഒരു സംശയമില്ല. അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു കുടുംബം ഉണ്ടാവണം. ഇതെല്ലാം ബാലൻസ് ചെയ്യാൻ അൾട്ടിമേറ്റ്ലി നമ്മൾ സന്തോഷം കണ്ടെത്തുന്നുണ്ടോ, അതാണ് അതിലെ ഏറ്റവും സുഖമാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സന്തോഷം അതാണ് ഏറ്റവും പ്രധാനമല്ലേ. എനിക്ക് തോന്നുന്നു ഡോക്ടർ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ ഇനി ഒരുപാട് സംസാരിക്കും. ഈ ഡോക്ടർ ഗംഗാധരന്റെ കഥകൾ എന്ന് പറഞ്ഞാൽ എത്ര വർഷത്തെ കഥകളാണ് അല്ലേ. ഇപ്പൊ ഈ പുതിയ ജനറേഷനിൽ ഈ ഡോക്ടേഴ്സിനും ഉണ്ടാവും കഥ പറയാൻ, അതിന്റെ 1000 ഇരട്ടി ഉണ്ടാവും അദ്ദേഹത്തിന് പറയാനായിട്ട്. നമുക്ക് എനിക്ക് തോന്നുന്നു സലീഷ്യ പറഞ്ഞൊരു കാര്യമുണ്ട്, അൾട്ടിമേറ്റ്ലി നമ്മൾ ജീവിതത്തിന്റെ അവസാനത്തുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് ബാക്കിയാവുന്നത്. നമുക്ക് ഡോക്ടർ എപ്പോഴും പറയുന്ന പോലെ ബന്ധങ്ങൾ, സ്നേഹം അല്ലേ, അല്ല അതെന്നാണല്ലോ നമുക്ക് ഈ നമ്മളാരാന്നുള്ള നമ്മളുടെ തിരിച്ചറിവ്. ഡോക്ടർക്ക് ഇതാണ് സന്തോഷം നമുക്കറിയാം, ഓരോരുത്തർക്കും ഓരോ സന്തോഷങ്ങളാണ്. അപ്പോൾ ആ സന്തോഷം നിങ്ങൾക്ക് എന്നും ഉണ്ടാവട്ടെ എന്ന് ഈ നിങ്ങൾ ചികിത്സിച്ച ഇത്രയും പേഷ്യൻസിൻ്റെ ബിഹാഫിൽ, അല്ലെങ്കിൽ ഞങ്ങൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് സാധാരണക്കാരുടെ ഭാഗത്ത് നിന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഏതായാലും ഈ ഒരു ചാറ്റ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഡോക്ടർ ഗംഗാധരൻ നമുക്ക് വേണ്ടി, മലയാളികൾക്ക് മുഴുവൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ പേഷ്യൻസിന് മാത്രമല്ല മലയാളികൾക്ക് മുഴുവൻ വേണ്ടിയിട്ട് ഇതാ അദ്ദേഹം മൗത്ത് ഓർഗൻ വായിച്ച് നമ്മളെ സന്തോഷിപ്പിക്കുകയാണ്. എനിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ എല്ലാവർക്കും വേണ്ടി ഹിന്ദി പാട്ട് മേരി സപ്നോ കി റാണി, പിന്നെ വേണമെങ്കിൽ മലയാളം പാടാം. എത്ര സന്തോഷമായിന്നറിയോ. കഴിഞ്ഞോ? ഇനി മലയാളം ഉണ്ടോ? മലയാളം വേണോ? ഏതാ ഡോക്ടർക്ക് ഇഷ്ടമുള്ളത്?
താങ്ക് യു. മാനസ മണിവീണയിൽ തന്നെ ഞങ്ങളുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ കയറി എന്താണ് ഗാനം പകർന്നു. മലയാളികൾക്ക് മുഴുവനും സന്തോഷമായിട്ടുണ്ടാവും. ഒരുപാട് സന്തോഷം. എപ്പോഴും എന്നും സന്തോഷമായിട്ടും സുഖമായിട്ടും എല്ലാ ഡോക്ടേഴ്സും ഇരിക്കണം. നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി ഈ ഷോയിലേക്ക് വന്നതിന്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.